ദൈവത്തിന്റെ കരുണയുടെ കരം നമ്മുടെ കൂടെയുണ്ട്. 6-ാമത്തെ ദിവസമാ. ഹല്ലേലൂയ. 6-ാം ദിവസത്തിന്റെ അകത്ത് ഒരു ദൈവിക മഹത്വം വെളിപ്പെടുവാൻ വേണ്ടി ദൈവ സാന്നിധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമുക്ക് വേഗത്തിൽ ഒരു വേദഭാഗത്തിലേക്ക് കടന്നു വരാം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 12-ാം വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 12-ാം വാക്യം. അടുത്തപ്പോൾ അവൻ പട്ടണത്തിന്റെ വാതിലിനോടടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സറിഞ്ഞു അവളോട്, കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാര, എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്നവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്നു. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. എന്നോട് കർത്താവ് പറഞ്ഞൊരു ദൂത്, നിങ്ങളുടെ മരിച്ച വിഷയങ്ങളെ കർത്താവ് ഇന്ന് ഉയർപ്പിക്കാൻ പോവുക. തീർന്നു പോയി, ഇനി ഒരിക്കലും ഞാൻ എഴുന്നേൽക്കയില്ല, എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ വിധി എഴുതിയതും നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ശുശ്രൂഷക്കാരും ഒക്കെ വിധി എഴുതിയ വിഷയങ്ങളെ ദൈവം ഉയർപ്പിക്കാൻ പോവാ. വിശ്വസിക്കാമോ? റാലഹബോ റദിനി ഹസരം ധാര റസിക്കലേ ധനാധാര റദന. ഇനി എന്റെ ജീവിതത്തിന്റെ അകത്ത് ഒരു വിടുതൽ ഉണ്ടാകുകയില്ല. ഇനി എന്റെ ജീവിതത്തിന്റെ അകത്ത് ഒരു നന്മ ഉണ്ടാകുകയില്ല. എല്ലാം തീർന്നു, എല്ലാം നഷ്ടമായി. എന്റെ ജീവിതത്തിന്റെ അകത്ത് കഴിഞ്ഞ നാളിൽ ഞാൻ അനുഭവിച്ച സന്തോഷം എനിക്ക് നഷ്ടമായി, സമാധാനം എനിക്ക് നഷ്ടമായി, സാമ്പത്തിക നന്മകൾ എനിക്ക് നഷ്ടമായി, സൽപ്പേരുകൾ നഷ്ടമായി. ആരൊക്കെയോ ഇതിന്റെ അകത്തുണ്ട്. അന്തരേ രകബലത്തുരി രീകബലത്തന. ഇതിന്റെ അകത്ത് നിന്ന് റീകബലത്തിന് ദൈവാത്മാവ് നിന്നെ പുറത്തെടുക്കാൻ പോകുക. വിശ്വാസത്തോടെ നീ പറയാൻ തുടങ്ങറ, എന്നെ വിളിച്ചവൻ വിശ്വസ്തന, അന്ത്യം വരെയും എന്നെ കൊണ്ടുപോകാൻ ശക്തന, അന്ത്യം വരെയും നിത്യത വരെയും. ആരോ പറഞ്ഞു ഞാൻ തീർന്നു പോയി, ആരോ പറയുന്നു ഇനി എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുകയില്ല, ആരോ പറയുന്നു എന്റെ ജീവിതത്തിന്റെ അകത്തൊരു നന്മ ഇനി ഇല്ല. ദൈവാത്മാവ് വ്യക്തമായ വ്യക്തിയോട് തന്നെ പറയുന്നു, ആത്മഹത്യക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തി, എനിക്ക് ദൈവാത്മാവ് വ്യക്തമായി കൺഫർമേഷൻ തരുന്നു. മരണത്തിനു വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയോട് ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമാണ്. ഹല്ലേലൂയ. ദൈവം സെലക്ട് ചെയ്തിരിക്കുന്നവനെ എങ്ങനെ അറിയാൻ പറ്റും? ദൈവം സെലക്ട് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാരും നിങ്ങളെ ഒറ്റപ്പെടുത്തും, എല്ലാരും നിങ്ങൾക്കെതിരെ സംസാരിക്കും, എല്ലാരും എതിരെ ഇടപെടും, നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കും, പ്രയാസപ്പെടുത്തും, മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയാത്ത സാഹചര്യത്തിലൂടെ പോകേണ്ടി വരും. ആ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് കർത്താവുമായിട്ടുള്ള എൻകൗണ്ടേഴ്സ് വെളിപ്പെടുന്നത്. നിങ്ങൾ അറിയാത്ത വിഷയത്തിൽ നിങ്ങളെ എവിടെയെങ്കിലും ആരെങ്കിലും അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ അവഗണിക്കപ്പെട്ടവരോടുള്ള ഒരു ദൂത്, അവഗണിക്കപ്പെട്ട നിന്നെ പരിഗണിക്കുന്ന ഒരു സമയമുണ്ട്, ദൈവത്തിന്റെ സമയം. ദൈവത്താൽ നിങ്ങൾ പരിഗണിക്കപ്പെടാൻ പോകുകയാ. അവഗണിക്കപ്പെടുന്ന നിന്നെ, റേഖസി ഒറ്റപ്പെട്ടു പോയ നിന്നെ, തീർന്നു പോയെന്ന് പറയുന്ന നിന്നെ തന്നെ പുതിയൊരു അധ്യായത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ 6-ാം ദിവസം കർത്താവിന് പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞാൽ ആത്മാവി സ്തുതിക്കുന്ന എത്ര പേര് ഇതിന്റെ അകത്തുണ്ട്? ഫാസ്റ്റിംഗ് പ്രേയറിന്റെ 6-ാമത്തെ ദിവസം ആരുടെക്കും പരിശുദ്ധാത്മാവിന്റെ തേജസ്സിന്റെ തീ പിടിക്കുന്നു. എന്ന പട്ടണത്തിന്റെ അകത്ത് യേശു കടന്നു പോകുകയാ. യേശുവും ശിഷ്യന്മാരും പുരുഷാരും കൂടി കടന്നു പോകുമ്പോ അതിന്റെ അകത്ത് പട്ടണത്തിന്റെ വാതിലിലൂടെ അടുത്ത് ചെന്നപ്പോഴാ മരിച്ചുപോയ ഒരുത്തനെ കൊണ്ടുവരുന്നത്. അത് ഒരു വിധവയുടെ മകനാ. ഹല്ലേലൂയ. ഏക പ്രതീക്ഷയായിരുന്ന മകൻ നഷ്ടപ്പെട്ടു പോയി. പ്രിയ പൈതലേ, നിന്റെ ജീവിതത്തിന്റെ അകത്ത് പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ ചിലത് സംഭവിക്കുമ്പോഴാ തകർന്നു പോകുന്നത്, അല്ലേ?
പ്രതീക്ഷിക്കാത്തവർ നമുക്കെതിരെ തിരിയുമ്പോ, പ്രതീക്ഷിക്കാത്ത പ്രശ്നം വരുമ്പോ, പ്രതീക്ഷിക്കാത്ത വേദന വരുമ്പോ, പ്രതീക്ഷിക്കാത്ത നിലവിളികൾ കടന്നു വരുമ്പോ റഥിന് നിൽക്കാൻ പറ്റാത്ത നിലവാരത്തിലായി പോകാറുണ്ട്. പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് പറയാൻ പറയുന്നു, റസികബ, നീ പ്രതീക്ഷിക്കാത്തവർ നിനക്കെതിരെ തിരിയുമ്പോ, നീ പ്രതീക്ഷിക്കാത്തവർ നിനക്കെതിരെ ആകുമ്പോ, റാസികബാർ, നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. കാരാഗൃഹത്തിന്റെ നടുവിൽ അകപ്പെട്ടു പോയാലും, സിംഹകീടകത്തായി അകപ്പെട്ടു പോയാലും, സോമി ജോർജ്, പ്രിയ സഹോദരി, ദൈവാത്മാവ് നിന്നെ തൊടുന്നല്ലോ. അന്ധരാഗബല, നീ പ്രതീക്ഷിക്കാത്തവർ നിനക്കെതിരെ തിരിഞ്ഞു. ലാഹംറോലതിരി, നീ പ്രതീക്ഷിക്കാത്ത വേദനകളിലൂടെ കുഞ്ഞെ നീ ഇപ്പോൾ കടന്നു പോകുന്നു. പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് പറയാൻ പറയും, നിനക്കു വേണ്ടി ഒരു നല്ല സമയത്ത് ദൈവം ഒരുക്കാൻ പോകുക. മരിച്ചവർ എഴുന്നേറ്റെന്ന്, മരിച്ചവൻ എഴുന്നേറ്റെന്ന്, നിന്റെ മരിച്ച വിഷയത്തെ റസികബാരതിനി ദൈവാത്മാവ് ജീവിപ്പിക്കാൻ പോകുകയാ. നിന്റെ കൂട്ടുകാര് പറഞ്ഞു ഇനി നീ ഒരിക്കലും എഴുന്നേൽക്കുകയില്ലെന്ന്, നിന്റെ നാട്ടുകാര് പറഞ്ഞു നീ ഇനി എഴുന്നേൽക്കുകയില്ലെന്ന്, കടബാധ്യതയാൽ നീ വല്ലാതെ ഭാരപ്പെടുന്നത് കർത്താവിനെ കാണിക്കുന്നു. ആ കടഭാരത്തെ കർത്താവ് നീക്കി അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം തൃപ്തി പ്രാപിക്കുന്ന നാളുകൾ വിദൂരമല്ലെന്ന് വ്യക്തമായ ആലോചന പറയുന്നു. വിശ്വസിക്കുന്ന ചിലരുടെ മേൽ കർത്താവ് അങ്ങനെ തന്നെ എന്നോട് പറയാൻ പറയുന്നു, ഇതിന്റെ അകത്ത് വിശ്വസിക്കുന്ന ചിലതിന്റെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ പോകുകയാ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോകുകയാ. തകർത്ത് കളയുവാൻ ഒരു ഭാഗത്ത് ഫറവോനും സൈന്യവും നിൽക്കുമ്പോ, മറുഭാഗത്ത് നിന്നെ സഹായിക്കാൻ നിൽക്കുന്നത് സർവശക്തനായ ദൈവമാ. നാം പലപ്പോഴും ചിന്തിക്കുന്നത് ഫറവോനെ മാത്രമാ നാം നോക്കുന്നത്. ഫറവോനെ അല്ല നോക്കേണ്ടിയ, ദൈവത്തെയാ നോക്കേണ്ടത്. നിന്റെ മുമ്പിലുള്ള പ്രശ്നത്തെ നോക്കി കരയാനല്ല. ഈ 6-ാം ദിവസത്തിൽ അതിനെ കുടഞ്ഞു കളഞ്ഞുകൊണ്ട് പിതാവിന്റെ അടുക്കിലേക്കൊന്ന് മടങ്ങി വാ, പിതാവിന്റെ അടുക്കിലേക്കൊന്ന് വാ. നിന്റെ ദൈവത്തിന്റെ മഹത്വത്തെ നീ തിരിച്ചറിയ. റസികബ റുദുരുദുരു ദുരുദുരുദുരു ദൂരരേകബലത്തനെ അന്തരേകബലത്തുരി രഗബര ഹദര രീകരത്ത രാഗബസേ രാലലാരധാരധാരീകസി കപ്തരേകബാലകതനെ. പട്ടണത്തിൽ ഒരു വലിയ പുരുഷാരം അവളുടെ കൂടെ ഉണ്ടായിരുന്നു. കുഞ്ഞെ, ഞാനൊരു കാര്യം പറയാം, നിന്റെ ജീവിതത്തിന്റെ അകത്ത് നഷ്ടങ്ങൾ വരുമ്പോ കാണാൻ അനേകം പേര് നിന്റെ വീട്ടിലേക്ക് വരും കേട്ടോ. ആരോടോ ഉള്ളു ദൂതാണല്ലോ. നഷ്ടങ്ങൾ വരും, അവര് അനുഗ്രഹങ്ങൾ വരുമ്പോ വരികയല്ല. നിങ്ങൾ തിരിച്ചറിയണം അവരെ. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വരുമ്പോ, നിങ്ങൾ വല്ലാതെ ഹോസ്പിറ്റൽ കേസ് ആകുമ്പോ, അല്ലെങ്കിൽ നിങ്ങൾ വല്ലാതെ ഉടയപ്പെട്ടു പോകുമ്പോ ആ വ്യക്തികൾ നിങ്ങളുമായി കണക്ട് ചെയ്യും. ഞാനൊരു കാര്യം പറയാം, ആ വ്യക്തികൾ നിങ്ങളെ വിസിറ്റ് ചെയ്യാൻ വരുന്നത് നിങ്ങളുടെ തിന്മ കാണാനാ, നിങ്ങൾ നശിച്ചു എന്ന് അറിയാനാ. ആ വ്യക്തികൾ നിന്റെ നന്മ കാണും. ഇനി അവർ വന്ന് നിന്റെ വീട് വിസിറ്റ് ചെയ്യുമ്പോൾ നിന്റെ മരിച്ച അവസ്ഥകളല്ല കാണുന്നത്, നിന്റെ നഷ്ടങ്ങളല്ല കാണുന്നത്. ആരുടെയൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നല്ലോ, നിന്റെ ജീവിതത്തെ ആകമാനം മാറ്റുവാൻ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇറങ്ങി നിൽക്കുകയാ. സിസ്റ്ററോട് പരിശുദ്ധാത്മ വ്യക്തമായി ദൂത് പറയുന്നു. നിന്റെ ഭവനത്തിന്റെ അകത്ത് ഹപ്തന് തിന്മ വിതയ്ക്കുവാൻ ചില വ്യക്തികൾ ഭവനത്തിന്റെ അകത്ത് കയറി വന്നു. ഇതൊക്കെ നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഉണ്ടോ എന്ന് ചോദിച്ച് അപ്തരേ രഗബലത്തര റീഗബലത്തിന് അസൂയ പൂണ്ട കണ്ണുകളുമായി രഗബാർ നിന്നെ തകർക്കുവാൻ നിൽക്കുമ്പോ കുഞ്ഞെ, ദൈവാത്മാവ് പറയുന്നു, നിനക്ക് ഇതെല്ലാം തന്നത് ദൈവമാ. ഒരു ദുഷ്ടരെ ഞാൻ വിട്ടുകൊടുക്കുകയല്ല. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ നന്മ അല്ല അവരുടെ ആഗ്രഹം. അവരുടെ ആഗ്രഹം നീ എപ്പോഴും കരയുന്നത് കാണാനാ. പക്ഷെ കരയുന്ന സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിന്റെ അകത്ത് വന്നാൽ നീ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല സിസ്റ്ററെ. ദൂത് തന്നെയാ കേട്ടോ. ദൈവാത്മാവ് പറയാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അകത്തുനിന്നും പുറത്തുനിന്നും പൈശാചിക മേഖലകളും ഒരുപോലെ നിന്റെ ജീവിതത്തെയും ശരീരത്തെയും നിന്റെ മാനസിക മേഖലകളും തൊട്ടിട്ടും നീ ചിരിച്ചുകൊണ്ടിരിക്കുക.
ഇത് എവിടെ നിന്ന് വന്നു ഈ വിശ്വാസം? ഈ വിശ്വാസം തന്നത് ദൈവമാ. മനസ്സിലാകുന്നുണ്ടോ? ലോക മനുഷ്യനില്ലാത്ത വിശ്വാസമാണ് സഹോദരി നിന്റെ മേൽ വെളിപ്പെട്ട് നിൽക്കുന്നത്. പലരും നിങ്ങളോട് പറയുന്നു, ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ട് സഹോദരി എന്താ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത്, എന്താ സ്വസ്ഥമായിരിക്കുന്നത്? കാരണം സിസ്റ്ററിന് പറയാൻ ഒരു ദൂതുണ്ട്, എന്റെ വിഷയങ്ങൾ നോക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എന്റെ ചിന്താകുലങ്ങളെ ഞാൻ ഇട്ടുകൊടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ കരത്തില, ഒരു മനുഷ്യനെയല്ല ആശ്രയിക്കുന്നത്. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഇൻ ഗ്രേസ് പ്രെയർ ഫെലോഷിപ്പിനെ തന്നത് ദൈവമാണെങ്കിൽ ഇതിനെ വളർത്തുന്നതും ദൈവമാണ്. ഇതിന്റെ അകത്തുനിന്ന് ചില വ്യക്തികൾ സ്വന്തം ഇഷ്ടപ്രകാരം ചില മേഖലകളിൽ വേർതിരിഞ്ഞ് അന്തരാഗബലത്തുരി ഇതിന് വിരോധമായി രീഗപരത്തിന് പോരാടുമ്പോ പുറത്തു നിന്ന് വരുന്നതിനെ നമുക്ക് പെട്ടെന്ന് ഫേസ് ചെയ്യാം. പക്ഷെ അകത്ത് നിന്ന് വരുമ്പോ നമുക്ക് വിഷമം വരും. ശരിയല്ലേ? വീട്ടിന്റെ അകത്ത് നിന്ന് പ്രശ്നം വരുമ്പോ അതുപോലെ തന്നെയാ ശുശ്രൂഷയിലും. വീട്ടിന്റെ അകത്ത് നിന്ന്, ശുശ്രൂഷയുടെ അകത്ത് നിന്ന് തന്നെ എതിരുകൾ വെളിപ്പെട്ട് വരുമ്പോ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കും. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഭിന്നത ഉണ്ടാക്കുന്നവനായോ കഷ്ടം. ഭിന്നത ഉണ്ടാക്കുന്നവനയ്യോ കഷ്ടം. സഭയ്ക്കെതിരെ നിൽക്കുന്നത് അത് തീക്കളിയാ. പരിശുദ്ധാത്മാ അങ്ങനെ പറയാൻ പറയുന്നു. സഭയ്ക്കെതിരെ നിൽക്കുന്നത് തീക്കളിയാണ്. ആ മരണ സ്പിരിറ്റ് നിന്നെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു നിന്റെ ഭവനത്തിന്റെ അകത്ത് പ്രവേശിക്കുമ്പോ മരണത്തെ ജയിച്ച നാഥൻ നിന്റെ കൂടെയുണ്ട്. നിന്നെ തകർത്ത് കളയും, നിന്നെ ഇനി എഴുന്നേൽക്കുവാൻ സമ്മതിക്കുകയല്ല, എല്ലാം അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ചില ദുഷ്ടശക്തികൾ നിനക്കെതിരെ കടന്നു വരുമ്പോ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് എവിടെയാണ് സംരക്ഷണം തരേണ്ടത് ദൈവത്തിന് അറിയാം. നിന്നെ എവിടെ പുറത്തു കൊണ്ടുവരണമെന്ന് ദൈവത്തിന് അറിയാം. എവിടെ നിന്നാണ് നിന്നെ വിടുവിക്കണം ദൈവത്തിന് അറിയാം. കുഞ്ഞെ, നിന്നെ സഹായിക്കേണ്ടുന്ന വ്യക്തികളുമായി ദൈവാത്മാവ് കണക്ട് ചെയ്യാൻ പോവുക. വിശ്വസിച്ചോ കേട്ടോ. റസിക ബറദര, അത് ജോലി സ്ഥലത്താകാം, അത് ശുശ്രൂഷയിലാകാം. റസിക ബറുരിഗസെ, നിങ്ങളായിരിക്കുന്ന ഭവനത്തിലാകാം. നിങ്ങളെ സഹായിക്കേണ്ടതിന് ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് കണക്ട് ചെയ്യാൻ പോവുക. വിശ്വസിച്ചോ. അപ്തരാഗബലത്തിരി രീഗബലത്തുരി രീഗപരാധര രീഗബസെ, അവളെ കണ്ടിട്ട് കർത്താവിന് മനസ്സലിവ് തോന്നി. ലോകത്തിലെ ഒരു വ്യക്തിക്ക് നിന്നോട് മനസ്സലിവ് തോന്നിയില്ലേലും അഭിയമോളെ പരിശുദ്ധാത്മാവിന് നിന്നോട് മനസ്സലിവ് തോന്നും. ആരൊക്കെ നിന്നെ കൈവിട്ടാലും, ആരൊക്കെ നിനക്കെതിരായി തീർന്നാലും, റീഗപരത്തിന് എഴുന്നേൽക്കയില്ലെന്ന് നിന്റെ കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും ഒരുപോലെ നിന്നെ കുറിച്ച് പറഞ്ഞാലും പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു, യൗവനകാലത്ത് തന്നെ ദൈവത്തിന്റെ തേജസ്സിന്റെ തീയെ പ്രാപിക്കാൻ നിന്റെ മേലൊരു അഭിഷേകം ദൈവാത്മാവ് ഇടും. ഒരു ദെബോരയെ പോലൊരു ശുശ്രൂഷയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ആർക്കും പറഞ്ഞു കൊടുക്കാത്ത വിസ്റ്റം എന്റെ ദൈവം നിനക്കു വേണ്ടി ദൈവം തുറക്കുക. മരിച്ച ഒരവസ്ഥയായിരുന്നു മോളെ. കർത്താവിനോട് പറയുന്നു, റീഗബ ഈ ലോകത്തു നിന്ന് തന്നെ മാറ്റപ്പെടുമെന്ന് ദുഷ്ടൻ നിനക്കെതിരെ വിധി എഴുതിയ നാളുകൾ ഉണ്ടായിരുന്നു. തീർന്നു, അവസാനിച്ചു, ഇനി നീ എഴുന്നേൽക്കയില്ലെന്ന് മെഡിക്കൽ സയൻസ് നിന്നെ കുറിച്ച് പറഞ്ഞൊരു നാള് കർത്താവിനെ കാണിക്കുന്നു. പക്ഷെ ഇന്ന് നീ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനോടെ ഇരിക്കുന്നത് കൃപയാന്ന് പരിശുദ്ധന്മ പറയുന്നു. അപ്പായുടെ ദയയാ, നീ മുടിഞ്ഞു പോകാതിരിക്കുന്ന ദൈവത്തിന്റെ ദയയാ. നീ ചില രോഗശക്തികൾ ശരീരത്തിൽ നിന്ന് അടിച്ചു കളഞ്ഞ്, ഞാനാണ് ദൈവത്തിന്റെ കരമാണ് നിന്നെ സന്തോഷത്തോടെ നിർത്തിയിരിക്കുന്നത് വ്യക്തമായി ദൈവാത്മാവ് ആലോചന പറയുന്നു. അകബലത്തുനി, നിന്റെ പാരന്റ്സ് പോലും പേടിച്ചു പോയി, നിന്റെ കൂട്ടുകാര് പേടിച്ചു പോയി. നിന്റെ നാട്ടുകാര് പേടിച്ചു പോയി. അനുഗ്രഹിക്കപ്പെട്ടൊരു പൈതലായിരുന്നല്ലോ, എന്താ സംഭവിച്ചത്? മരണത്തിന്റെ വിത്തുകൾ വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ഉറപ്പിച്ചോ, ഉയർപ്പിക്കുന്നവൻ നിന്റെ കൂടെയുണ്ട്. മരണത്തിന്റെ ചില കെട്ടുകൾ അഴിഞ്ഞുടഞ്ഞു പോവുകയാ. ചില നുഖങ്ങൾ ആത്മാവിൽ നിന്ന് സ്തുതിച്ചോ, കരങ്ങളടിച്ച് സ്തുതിക്കാൻ കഴിയുന്നവർ ആത്മാവിൽ സ്തുതിച്ചോ. മരണത്തിന്റെ നുഖങ്ങൾ, നിന്നയുടെ നുഖങ്ങൾ, അപമാനത്തിന്റെ നുഖങ്ങൾ, നിനക്ക് വിരോധമായി ശത്രു തയ്യാറാക്കിയ സകല നുഖങ്ങളും ഉപവാസത്തിന്റെ ശക്തി
നിർത്തിയാൽ അത് കത്തി അഴിഞ്ഞു മാറിപ്പോവുകയാ. റൈത്തേരി ആ ആത്മാവ് തീ പിടിക്കുക. അബിയുടെ മേൽ അസാധാരണ തീ പിടിക്കുന്നു. റസി ദൂതൻ നീ ആയിരിക്കുന്നിടത്ത് ഇറങ്ങുന്ന ദൈവാത്മാവിനെ കാണിക്കുന്നു. ലേഖബറദരുതന് വിട്ടുകൊടുക്കരുത്. ആത്മാവ് സ്വീകരിച്ചോ. യാക്കോബ് കടത്തീരത്തിന്റെ അകത്ത് പറഞ്ഞതുപോലെ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. റീഗസ് ഇതിന്റെ അകത്ത് എത്ര പേര് പറയും അന്തരെ കേവലം ഒരു പ്രസംഗം കേൾക്കാനല്ല, ഒരു അനുഗ്രഹം വെളിപ്പെടുക, ഒരു നന്മ വെളിപ്പെടുക, ഒരു വിടുതൽ വെളിപ്പെടുവാൻ ഇതിന്റെ അകത്ത് എന്റെ അപ്പ ഇറങ്ങി വന്നിട്ടുണ്ട്. വെറുതെ അല്ല ഈ 7 ദിവസം ഇരിക്കുന്നത്. 7 ദിവസത്തിന്റെ അകത്തൊരു തേജസിന്റെ തീ പ്രാപിപ്പാൻ, 7 ദിവസത്തിന്റെ അകത്തൊരു വിടുതൽ പ്രാപിപ്പാൻ, റേഗബസി നഷ്ടങ്ങൾ ലാഭമായി തീരുവാൻ, വിലാപത്തെ നൃത്തമാക്കി തീർക്കുവാൻ, റീഗസ് ചില വിലാപ ഭവനങ്ങളെ ദൈവം നൃത്തമാക്കാൻ പോവുകയാ. വിശ്വസിച്ചോ കേട്ടോ, അത് നിന്റെ ഭവനം തന്നെയാ. ആ നിന്നയുടെ ഭവനത്തെ കർത്താവ് സന്തോഷത്തിന്റെ ഭവനമാക്കാൻ പോവുകയാ. അന്ധന അകബലത്തുരി രഘുബര ഹതന രീഗസെ. നാട്ടുകാരെന്തു പറയുന്നു അത് ദൈവത്തിന് വിഷയമല്ല. വീട്ടുകാരെന്തു പറയുന്നു ദൈവത്തിന് വിഷയമല്ല. നീ എന്ന സാഹചര്യം പോലും കർത്താവിന് വിഷയമല്ല. ഈ ഏത് നാട്ടുകാരനെന്ന ദൈവത്തിന് വിഷയമല്ല. നിനക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടോ ദൈവത്തിന് വിഷയമല്ല കേട്ടോ. ദൈവത്തിന്റെ സന്നിധി സമർപ്പിക്കുന്ന ഹൃദയമുണ്ടോ, അപ്പായുടെ സന്നിധിയിൽ മുമ്പോട്ട് ഓടുവാനുള്ള ഒരു ആഗ്രഹമുണ്ടോ, ദൈവം നിന്നെ തൊടാൻ പോകുകയാ. ഹല്ലേലൂയ. മറ്റാരും അനുഭവിച്ചിട്ടില്ലാത്തതുപോലെ ദൈവ സാന്നിധ്യം കൊണ്ട് കർത്താവ് നിന്നെ മൂടാൻ പോവാ. വിശ്വസിക്കാമോ? ഒരു ജീവിതത്തിന്റെ അകത്ത് അവസ്ഥകളുടെ അകത്ത് ഒരു ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ഹല്ലേലൂയ. വിധവയായ മകൻ നഷ്ടപ്പെട്ടു പോയ റസിക കുഞ്ഞിന്റെ റീഗസ്യ ഹന്തന വേർപാടോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കുഞ്ഞെ, നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുള്ള വേദന നല്ലതുപോലെ എൻ്റെ അപ്പായ്ക്ക് അറിയാം കേട്ടോ. നിങ്ങൾ എന്ത് വിഷയത്തിനാണ് കരയുന്നത്, ആ വിഷയത്തെ ദൈവത്തിന് അറിയാം. ആ വിഷയത്തിന്റെ അകത്ത് ദൈവം പരിഹാരം ഒരുക്കുക. നീ ഇനി കരയേണ്ടി വരികയില്ല. മനസ്സിലാകുന്നു? ദൈവമാണ് പരിഹാരം ഒരുക്കുന്നതെങ്കിൽ ആ വിഷയത്തെ നിങ്ങൾ മറന്നുപോകും. റസിഖബ, നിന്റെ കണ്ണുനീരിനെ കർത്താവ് തുടച്ചു കളയാൻ പോവാ. കണ്ണുനീര് തുടച്ചു കളയുക മാത്രമല്ല, നീ കരഞ്ഞ അതേ കണ്ണുകൾ കൊണ്ട് തന്നെ നിന്റെ നന്മ നീ കാണും. മരിച്ച വിഷയങ്ങൾ റീഗബ ഉയർത്തെഴുന്നേൽക്കുന്ന നീ കാണും. മരിച്ച സാമ്പത്തിക അവസ്ഥകളാണോ, കടഭാരവസ്ഥ പ്രതികൂലങ്ങളാണോ, ബന്ധങ്ങളിൽ നിന്നുള്ള വിള്ളലുകളാണോ, കുടുംബജീവിത തകർച്ചയാണോ, മക്കളെ കുറിച്ചുള്ള ആദിയാണോ, തലമുറയെ കുറിച്ചുള്ള പ്രയാസമാണോ, എന്തോ ആയിക്കോട്ടെ, പരിശുദ്ധാത്മാവ് ദൂത് പറയാൻ പറയും, നിനക്കു വേണ്ടി ദൈവത്തിന്റെ അത്യന്ത കരം വെളിപ്പെടുക. നിനക്കു വേണ്ടി അത്യന്ത കരം വെളിപ്പെടുകയാ. റാലെ ഖബാർ റസേ ഖബാർ, അതിന്റെ എല്ലാ മേഖലകളുടെ തടസ്സങ്ങൾ ആത്മാവിൽ തകർക്കുന്നു. റേഖബ ലഗബരഗതിന് ഉയർത്തെഴുന്നേൽപ്പിന് തടസ്സമായി, നന്മയ്ക്ക് തടസ്സമായി, വിടുതലിന് തടസ്സമായി ഈ ജനത്തെ വ്യാപരിക്കുന്ന സകല ദുഷ്ട പദ്ധതികളെ ആത്മാവിൽ പൊളിക്കുന്നു. പരിശുദ്ധനെ അന്തന ഇൻ ഗ്രേസ് ഫെലോഷിപ്പിന്റെ അകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെ അകത്ത് തീ പിടിക്കട്ടെ, തീ പിടിക്കട്ടെ. അത്യന്ത ശക്തി വ്യാപരിക്കട്ടെ, അത്യന്ത ശക്തി, അത്യന്ത ശക്തി. ഓ റാല കരങ്ങൾ അടിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന്റെ അകത്ത് ദൈവത്തിന്റെ തീ പിടിക്കട്ടെ, തീ പിടിക്കട്ടെ. കാണുവാൻ വന്നവനല്ല, അപ്പൊ ഞങ്ങൾക്ക് പ്രാപിക്കണം യേശുവേ. അബ്ദര അപ്പയിൽ നിന്ന് ചിലത് പ്രാപിക്കണം. വചനത്തിന്റെ ശക്തി ഞങ്ങൾ അനുഭവിക്കണം. അപ്പ ആ ബാലനെ പുറത്തു കൊണ്ടുവന്ന ദൈവത്തിന്റെ കരം റീഗരഗരീകരത്തര ചിലതിൽ നിന്ന് ഇവരെ പുറത്തു കൊണ്ടുവരണമേ. അപമാനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ. നിന്നയിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ. കണ്ണുനീരിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ. നിരാശയിൽ നിന്ന് പുറത്തു കൊണ്ട്, ഡിപ്രഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. ചില രോഗശക്തികളിൽ നിന്ന് അഴിഞ്ഞു ഉടഞ്ഞു പുറത്തു വരട്ടെ. അന്തരാഗബലത്തര റീഗബലത്തുരി ദുരുരികസെ ഷിംഷോനെ ദലീല റീഗബസെ കെട്ടിയതുപോലെ ചില കെട്ടുകൾ കെട്ടി അന്തരെ രഗബ ഒരിക്കലും പുറത്തു വരരുതെന്ന് പറഞ്ഞു വാദിച്ചു ഉയർന്നു നിൽക്കുന്ന ചില ദുഷ്ട കെട്ടുകളെ പരിശുദ്ധാത്മ ചണനൂല് പോലെ അഴിക്കുക. ആരുടെയൊക്കെയോ ഹൃദയങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മ പൊട്ടിച്ചു കളയുക, ചില ശരീരങ്ങളിൽ നിന്ന് പൊട്ടിച്ചു കളയുകയാ. അന്തരാഗബലത്തര രീഗപരത്തര രീഗപരത്തുരി ദുരു രീഗപരത്തര. നീ ഒരിക്കലും ഉയർത്തെഴുന്നേറ്റ് വരരുതെന്ന് പറഞ്ഞ് ചിലർ നിങ്ങളെ കെട്ടിവെച്ച് ചില കെട്ടുകൾ. ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ കെട്ടഴിയണം. കെട്ടഴിയണമെങ്കിൽ നിങ്ങൾ ആത്മാവി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കെട്ടഴിയണമെങ്കിൽ ഞാൻ ആത്മാവി പ്രാർത്ഥിച്ചാൽ പോരാ. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. നിങ്ങളുടെ കെട്ടുകൾ അഴിയണമെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. നിങ്ങളുടെ കോട്ടകൾ അഴിയണമെങ്കിൽ നിങ്ങൾ ആത്മാവി പ്രാർത്ഥിക്കാൻ തുടങ്ങണം. പ്രാർത്ഥന
പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകുന്നില്ല. പിടികിട്ടുന്നുണ്ടോ? എത്ര വലിയ പ്രശ്നമാണെങ്കിലും. ഹല്ലേലൂയ. ഓ റസ്യ സെരുബാബേലെ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം നീ ഹല്ലേലൂയ, സമഭൂമിയായി തീരും. സമഭൂമിയായി തീരും. നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം എന്തു ആയിക്കോട്ടെ, ഹാലേലൂയ, അത് സമഭൂമിയായി തീരും. ആ വിഷയം നിന്നെ കൊണ്ടേ പോകുകയുള്ളൂ എന്ന് പലരും പറയുന്നുണ്ട്. ഇല്ല ഇല്ല, നിന്നെ തൊടാൻ ദൈവം അനുവദിക്കുകയില്ല. വിശുദ്ധിക്കും വേർപാടിനും വില കൊടുക്കുന്ന, വചനം അനുസരിക്കുന്ന ദൈവ പൈതലിനോട് പരിശുദ്ധാത്മ പറയുന്നു, ആ വിഷയം നിന്നെ തൊടാൻ ദൈവം അനുവദിക്കുകയില്ല. നിന്നെ കരയിപ്പിക്കുന്ന ആ വിഷയം നിന്നെ തൊടാൻ ദൈവം അനുവദിക്കുകയില്ല. നിന്നെ പ്രയാസപ്പെടുത്തുന്ന ആ വിഷയം നിന്നെ തൊടുവാൻ ദൈവം അനുവദിക്കുകയില്ല. റസിക, ദൈവത്തിന്റെ കരം, അസാധാരണമായ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുകയാ. നിനക്കെതിരെ ചിലത് പറഞ്ഞുണ്ടാക്കി, നിന്റെ സൽപ്പേരിനെ നഷ്ടപ്പെടുത്തി, അന്തരാഗബല നിന്റെ ശുശ്രൂഷയെ പോലും മുടിക്കാൻ നിൽക്കുന്ന ചില സ്പിരിറ്റുകളെ കർത്താവിനെ കാണിക്കുന്നു കേട്ടോ. നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ നിങ്ങളെ കുറിച്ച് പറഞ്ഞുണ്ടാക്കി നിങ്ങളുടെ ശുശ്രൂഷയ്ക്കെതിരെ നിൽക്കുന്ന ചില ആയുധങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മാവിൽ ഇപ്പോ പ്രാർത്ഥിച്ചു തുടങ്ങണം. ആ വ്യക്തികളെ അനുഗ്രഹിച്ചു തുടങ്ങണം. പറ്റുമോ? എങ്കിൽ നിങ്ങൾ വിജയിക്കും. ആത്മാവിൽ ആത്മാർത്ഥമായ ആ വ്യക്തികളെ നമ്മൾ അനുഗ്രഹിക്കാൻ തുടങ്ങുന്ന സമയം സ്വർഗത്തിലെ ആ സകല നന്മകൾ നമ്മുടെ മേൽ വെളിപ്പെടും. ദുഷ്ടൻ പല്ലുകടിച്ച് എന്ത് ചെയ്യും? ഉരുകിപ്പോ. ഇതൊരു രഹസ്യമാണ്, പലർക്കും പറ്റുകയല്ല. നമ്മളെ വേദനിപ്പിച്ച സിസ്റ്ററെ എങ്ങനെ നമ്മൾ ക്ഷമിക്കും സിസ്റ്ററെ? ക്ഷമിച്ചേ പറ്റൂ. വചനപ്രകാരം ക്ഷമിച്ചേ മതിയാകൂ. ക്ഷമിക്കുന്ന ആ സമയം സ്വർഗം നിനക്ക് വേണ്ടി നന്മകൾ തുറക്കാൻ തുടങ്ങും. സ്വർഗം നിനക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ തുറക്കാൻ തുടങ്ങും. നീ പോലും പ്രതീക്ഷിക്കാത്ത വഴികൾ, നിന്നെ നിന്ദിക്കുവാൻ ദുഷ്ടൻ തയ്യാറാക്കിയ പദ്ധതികൾക്ക് പുറമായി നിന്നെ കർത്താവ് മാനിക്കും. ചില ഇടങ്ങളിൽ കർത്താവ് ഇതിന്റെ അകത്ത് ചിലരെ പ്രദർശിപ്പിക്കാൻ പോവുക. ചില കൺവെൻഷൻ പോസ്റ്ററിന്റെ അകത്ത് പരിശുദ്ധർമ്മ അങ്ങനെ പറയുന്നല്ലോ, റീഗസ് ഫോട്ടോ വന്ന് ലേഖബസ്യ ഹംദ ദൈവരാജ്യത്തിന്റെ അകത്ത് സുവിശേഷീകരണത്തിനു വേണ്ടി ഇതിന്റെ അകത്ത് ചില വ്യക്തികളെ എഴുന്നേൽപ്പിക്കുന്ന ഒരു കാര്യം കർത്താവിനെ കാണിക്കുന്നു. നിന്നെ വെട്ടി കളഞ്ഞവർ നിന്റെ അനുഗ്രഹം പ്രാപിക്കുമെന്ന്, നിന്റെ വചനം കേൾക്കുമെന്ന് വിശ്വസിച്ചു ആരെങ്കിലും നിന്നെ വെട്ടിക്കളഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും നീ അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? പരിശുദ്ധം അങ്ങനെ തന്നെ പറയുന്നല്ലോ. എനിക്ക് അറിയേല, മനസ്സ് ഉരുകി കരയുന്ന ചില വ്യക്തികൾ ഇതിന്റെ അകത്തുണ്ട്. 6-ാം ദിവസവും ആ വേദന നിങ്ങൾക്ക് മറക്കാൻ കഴിയുന്നില്ല. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ആ വ്യക്തി നിങ്ങളാണെങ്കിൽ ആത്മാവ് സ്വീകരിച്ചോ. നിങ്ങളുടെ വചന ശുശ്രൂഷ നിങ്ങളെ വെട്ടിയവൻ കേൾക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിയാന്ന്. നിങ്ങളെ വെട്ടിക്കളഞ്ഞ അതേ ദേശത്ത് നിങ്ങൾ വളരുമെന്ന്, നിങ്ങൾക്ക് വേണ്ടി ചില ശുശ്രൂഷയുടെ അതിരുകൾ കർത്താവ് വിശാലമാക്കും. റീന ഫിലിപ്പ്, ആ ഡിവൈസിലായിരിക്കുന്ന പ്രിയ സഹോദരി, ചിലർ നിന്നെ വെട്ടിക്കളഞ്ഞത് നന്മയ്ക്ക, ചിലർ നിങ്ങളെ മാറ്റി നിർത്തിയത് നന്മയ്ക്ക. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. നിന്നെ വെട്ടിക്കളഞ്ഞ അതേ മണ്ഡലത്തെ നീ പൊട്ടിക്കിളിർക്കും. സമൃദ്ധമായൊരു വഴി ഇതിന്റെ അകത്ത് ദൈവം തുറക്കും. യോസേഫ് ഫലപ്രദമായ വൃക്ഷമ, മതിലിന്മേൽ പടരുന്ന വൃക്ഷവ. രേഖബസ്, യോസേഫിനെ വെട്ടിയാൽ അവൻ വീണ്ടും പൊട്ടിക്കിളിർക്കുമെന്ന് പിടികിട്ടുന്നുണ്ടോ? യോസേഫുമാർ ഇതിന്റെ അകത്തുണ്ടോ? ദൂതുകൾ ഏറ്റെടുത്തോ കേട്ടോ. റിസി കബാല ഗുരു ദുരി ഹദനരിഗസെ അപ്രലാക്കം റീഗമാലോ റോലോ ദോന ധീര രഥനാദി രീഗസെ. അബ്ദന, നീ എഴുന്നേൽക്കരുതെന്ന് പറഞ്ഞ് നിന്റെ നന്മയ്ക്കെതിരെ ശത്രു കെട്ടിവെക്കുമ്പോ പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് പറയും, നിന്റെ നന്മയും കരുണയും നിന്നെ പിന്തുടരാൻ പോവാ കുഞ്ഞെ. ആർക്കും അതിനെ ബ്ലോക്ക് ചെയ്യാൻ ഇനി പറ്റുകയില്ല റീന സിസ്റ്ററെ, പറ്റുകയില്ല. പലരും പലതും ചെയ്തു നോക്കിയില്ലേ, ഇനി പറ്റുകയില്ല. റിഗസി, മരണത്തിലേക്ക് തള്ളിയിടാൻ നിന്നെ ശ്രമിച്ച് ചിലർ രക്ഷപ്പെട്ടില്ലേ? സാരമില്ല കേട്ടോ, അവരോട് ക്ഷമിക്കുമ്പോ നിന്റെ മേൽ അനുഗ്രഹം വെളിപ്പെടും. നിന്റെ സ്വന്തം രക്തബന്ധങ്ങൾ തന്നെയാ നിനക്ക് വിരോധമായി നിൽക്കുന്നേ. നിനക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ലല്ലേ? ഭാരപ്പെടണ്ട കേട്ടോ. റാലസെ, ദൈവം അറിഞ്ഞിട്ടാന്ന്. ദൈവം എല്ലാം അറിയുന്നുണ്ട് കേട്ടോ. നീ കരയുന്നത്, പ്രയാസപ്പെടുന്നത്, ഞെരുങ്ങുന്നത്
എല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. ലോകത്തിൽ എല്ലാവരും നിന്നെ കാണുമ്പോൾ നിനക്ക് ഒരു കുഴപ്പവും ഇല്ല, പക്ഷെ നിന്റെ ഉള്ളറിയുന്ന ഒരു ദൈവമുണ്ട്. ഒരിക്കൽ കർത്താവ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ ദൈവാത്മാവിനോട് പറയുന്നു, എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രമേ സംസാരിക്കാറുള്ളൂ. ഞാൻ ഒരു കാര്യം പറയാം, ഇതൊരു ദൈവികമായ ഒരു മർമ്മമാ. ചിരിക്കുന്നവന്റെ അകത്ത് വേദന വളരെ കൂടുതലാ. നിങ്ങൾ ചിരിച്ചു മാത്രം സംസാരിക്കുന്നവരെ ശ്രദ്ധിച്ചാൽ മതി, അവർ ഏറ്റവും അധികം പോരാളികളാ. പിടികിട്ടുന്നുണ്ടോ? ഞാൻ വലിയൊരു കാര്യമാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളുടെ കൂടെ ഇരുന്ന് ചിരിക്കുന്നവർ നിങ്ങൾ വിചാരിക്കും ഒരു വിഷയവും ഇല്ല, അവർ എന്ത് ഹാപ്പിയാ, അവർ അടിച്ചു പൊളിക്കുവാന്നൊക്കെ പലരും ചിന്തിക്കും. അവര് നമ്മുടെ അടുക്ക വന്ന് അവിടെ വിഷമങ്ങൾ പറയുമ്പോഴാ നമ്മൾ ഇങ്ങനെ നിൽക്കുന്നേ. അയ്യോ, ഇത്രയും പ്രശ്നം കൂടെ നിന്നിട്ടാണോ ഇങ്ങനെ ചിരിക്കുന്നേ? കാരണം ദൈവകൃപ. കാരണം ദൈവകൃപ. നിൽക്കുന്നവൻ വീഴാതിരിക്കുന്നത് ദൈവകൃപ. നിന്നെ പിടിച്ചു നിർത്തുന്നത് അപ്പായുടെ കൃപയാണ്. അവന്റെ കരമാണ് നിന്നെ താങ്ങിയത്. പിടികിട്ടുന്നുണ്ടോ? വിധവയ്ക്ക് ഇനി ഒരു പ്രതീക്ഷയില്ല. പുരുഷാരം മരണത്തിനു വേണ്ടി ഓരസി കൊണ്ടുപോകുക കുഞ്ഞിനെ. കുഞ്ഞെ, നിന്നിൽ നിന്ന് ചിലതിനെ അടർത്തിയെടുത്ത് മരണത്തിലേക്ക് കൊണ്ടുപോകാൻ ദുഷ്ട മനുഷ്യരും പൈശാചിക മേഖലകളും സാഹചര്യങ്ങളും ഒരുപോലെ ബാധിക്കുമ്പോ നിന്നോടുള്ള ദൈവത്തിന്റെ ദൂത്, ഇപ്പോഴുള്ള സാഹചര്യത്തെ വിശ്വസിക്കരുത്. ഇപ്പോഴത്തുള്ള സാഹചര്യത്തെ നീ വിശ്വസിക്കരുത്. ആ കടബാധ്യത നീ വിശ്വസിക്കരുത്. ആ പ്രതികൂലത്തെ വിശ്വസിക്കരുത്. ആ പ്രയാസത്തെ നീ വിശ്വസിക്കരുത്. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വഴികളിലേക്ക് കണക്ട് ആകാൻ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. നിന്നെ വിളിച്ചൊരു വിളിയുണ്ട്. ആ വിളിയിലേക്കൊന്ന് പ്രവേശിക്ക്. പലപ്പോഴും നമ്മുടെ വിളിയിലേക്ക് നമുക്ക് കയറാൻ കഴിയാത്ത നമ്മുടെ സാഹചര്യങ്ങളുടെ വേദനകൾ. ഹല്ലേലൂയ. അപ്പൊ വച്ചിരിക്കുന്ന വിലയേറിയത് പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് അപ്പായുമായിട്ടൊരു ബന്ധം വേണം. അല്ലേ? ബീന സിസ്റ്റർ ഞാനുമായിട്ടൊരു ബന്ധം ഉള്ളത് കൊണ്ട് ആ പ്രിയ സഹോദരി എന്നെ വിളിച്ചത്. കണ്ട നാൾ മുതൽ ക്രിസ്തുയേശുവിലുള്ള ഒരു അസാധാരണമായ ദൈവസ്നേഹം തോന്നി. ഞാനും സിസ്റ്ററുമായി സംസാരിക്കുന്നേ ഇല്ല. ഞാനും സിസ്റ്ററിന് മെസ്സേജ് അയക്കുന്നില്ല. പിന്നെ ഞാനും സിസ്റ്ററുമായി സംസാരിക്കുവാൻ ഒരു സാധ്യതയില്ല. അല്ലേ? നമ്മുടെ ബന്ധം അവിടെ മുറിഞ്ഞു പോകാനിടയാകും. പിന്നെ ഞങ്ങൾ സംസാരിക്കുവാൻ ഒരു സാധ്യത ഇല്ലാതെയാകും. പ്രിയ ദൈവ പൈതലേ, എത്ര നാളായി ദൈവത്തോട് സംസാരിച്ചിട്ട്? നിങ്ങൾ മീറ്റിങ്ങിൽ കയറുന്ന കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. 6 ദിവസവും മുടങ്ങാതെ കയറിയവർ ഇതിന്റെ അകത്തുണ്ടാകാം. പക്ഷെ ഞാൻ ദൈവത്തിന്റെ സന്നിധി നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അപ്പായുടെ സന്നിധിയില് വ്യക്തിപരമായി അപ്പായോട് അപ്പാ എന്നൊന്ന് വിളിച്ചിട്ട് എത്ര നാളായി? ഇതിന്റെ അകത്ത് ഭൂരിഭാഗം പേരോടും പരിശുദ്ധാത്മാവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പലരുടെ ഒരു അനുഭവം ഉണ്ട്. ബീന സിസ്റ്റർ അത് മനസ്സിലാക്കിയിട്ടുണ്ടാകും. ചിലർക്ക് യേശുവിനെ ഒന്നും വേണ്ട, യേശുവിന്റെ സൗഖ്യം മതി. യേശുവിനെ വേണ്ട, യേശുവിന്റെ സമാധാനം മതി. നമ്മൾ മീറ്റിങ്ങിന് വേണ്ടി വിളിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് മീറ്റിങ്ങിന് വരാൻ പറ്റുകയില്ല, സിസ്റ്റർ പ്രാർത്ഥിക്കണം. അവർക്ക് യേശുവിനെ വേണ്ട, യേശുവിനെ ആരാധിക്കാൻ അവർക്ക് ഇഷ്ടമല്ല. പക്ഷെ യേശുവിൽ ഒരു സമാധാനം ഉണ്ടെങ്കിൽ വേണം. കുഞ്ഞെ, തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഈ ആത്മീയ കോളത്തിന്റെ അകത്ത് നടക്കുകയല്ല. തുറന്ന് തന്നെ പറയാം. കേവലം കാര്യസാധ്യത്തിനായിട്ടാണ് നാം കടന്നു വരുന്നുണ്ടെങ്കിൽ അത് നടക്കുകയല്ല. നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ നടക്കുമായിരിക്കാം, നിലനിൽപ്പില്ല കേട്ടോ. അപ്പായുടെ കൂടെ ഇരുന്നാൽ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഇല വാട്ടുന്ന വിഷയങ്ങൾ നിന്റെ ജീവിതത്തിന്റെ അകത്ത് വന്നാലും ഇല വാടാതെ പിടികിട്ടുന്നുണ്ടോ? കർത്താവുമായിട്ടുള്ള ബന്ധം ആറ്റരികത്തിലാ നിൽക്കുന്നേ. എപ്പോഴും വചനത്തിലാ നിൽക്കുന്നേ, എപ്പോഴും പ്രാർത്ഥനയിലാ നിൽക്കുന്നത്, എപ്പോഴും ആരാധനയാണ് നിൽക്കുന്നത്. പിടികിട്ടുന്നുണ്ടോ? ഇതിന്റെ അകത്ത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അന്തരാപ്പായുമായിട്ടുള്ള ബന്ധം വർദ്ധിക്കട്ടെ. ആ ബന്ധത്തിന്റെ അകത്ത് നിന്നാണ് നിന്റെ അനുഗ്രഹം വെളിപ്പെട്ട് വരുന്നത്. ആ ബന്ധത്തിന്റെ അകത്ത് നിന്നാണ് നിനക്ക് സമൃദ്ധി വെളിപ്പെട്ട് വരുന്നത്. ആ ബന്ധത്തിന്റെ അകത്ത് നിന്നാണ് നിനക്ക് വിടുതൽ വെളിപ്പെട്ട് വരുന്നത്. ചില ബ്ലോക്കുകൾ ആത്മാവിൽ മാറ്റി ചില വ്യക്തികളെ ദൈവവുമായിട്ട് കണക്ട് ആക്കാൻ പോവുക പരിശുദ്ധാത്മാവ്. എത്ര പേർ റെഡിയാ പരിശുദ്ധാത്മാവിനോടൊന്ന് സഹകരിക്കാൻ? അന്തരേ രഹസ്യ 6-ാം ദിവസം ദൈവാത്മാവ് പറയുക, നീയും പരിശുദ്ധ
പരിശുദ്ധാത്മാവ് മറ്റൊരു എൻകൗണ്ടർ ഉണ്ടാകാൻ പോവാ. ഋസികബാലകമോ മറ്റാർക്കും ലഭിക്കാത്ത, റീഗബസി മറ്റാർക്കും അനുഭവിക്കാൻ കഴിയാത്ത ചില പ്രാർത്ഥനാ മണ്ഡലങ്ങൾ നിനക്ക് വേണ്ടി ദൈവാത്മാവ് തുറക്കും. അന്തനെ പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടുകയില്ല കേട്ടോ. പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടുകയില്ല. ആരാധിക്കുന്നവൻ രഹസ്യ വീണു പോകുകയില്ല. പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രതികൂലങ്ങൾ ഉണ്ടാകും, ഞെരുക്കങ്ങൾ ഉണ്ടാകും, നിന്ന കടന്നു വരും. പക്ഷെ അതൊന്നും നിന്നെ തൊടുകയില്ല. എത്ര പേര് ആത്മാവ് സ്വീകരിക്കും? റീഗബസ് നഷ്ടങ്ങളുടെ കണക്കല്ല കുഞ്ഞെ, ലാഭത്തിന്റെ കണക്ക് പറയാ. നിന്റെ നാവിനെ കർത്താവ് ബലപ്പെടുത്തും. ചിലരോടൊക്കെ നമ്മൾ സംസാരിച്ചവർ നഷ്ടങ്ങൾ കണക്കേ പറയുള്ളൂ. അയ്യോ എന്റെ മോന് വയ്യ, അല്ലെങ്കിൽ എന്റെ മോന് സാമ്പത്തിക നഷ്ടമാ, അല്ലെങ്കിൽ എനിക്ക് സുഖമില്ല, ഞാൻ ഇങ്ങനെയാ. ഇവരൊരു നല്ല കാര്യം പറയത്തേ ഇല്ല. അങ്ങനെയുള്ളവർ നിങ്ങളുടെ കൂടെ കാണും അല്ലേ? യേശു കർത്താവ് ചെയ്ത ഒരു നന്മ അവര് പറയുകയില്ല. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയും. അവരോടുള്ള ദൂത്, നിന്റെ നാവ് കൊണ്ട് തന്നെ ദൈവത്തെ സ്തുതിക്കുക. ചിലത് നിനക്ക് പറയാതിരിക്കാൻ കഴിയല്ല കുഞ്ഞെ. എന്റെ ദൈവം, ഇതിന്റെ അകത്ത് ടെസ്റ്റിമണീസ് വെളിപ്പെടുക. ബീനസസ്റ്റെ സാക്ഷ്യങ്ങൾ ഉണ്ടാകാൻ പോവുകയാ. റിഗസി ആർക്കും എതിരു പറയാൻ കഴിയാത്ത ഈ 7 ദിവസം മീറ്റിംഗ് കഴിയുമ്പോ റസി 9ാം ദിവസം കർത്താവിനെ കാണിക്കുന്നു. 9ാം ദിവസം പ്രത്യേകതയുള്ള ദിവസമാണ്. ഈ 7 ദിവസം ഫാസ്റ്റിംഗ് പ്രെയർ കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോ റീക്ക പറത് സാക്ഷ്യങ്ങൾ ഉണ്ടാകും. ഇതിന്റെ അകത്ത് ചില കെട്ടുകൾ പൊട്ടപ്പെട്ടതും രോഗികൾ സൗഖ്യമായതും രഹസ്യം നടക്കാത്ത ചില കാര്യങ്ങൾ നടന്നതും ഇതിന്റെ അകത്ത് സാക്ഷിക്കുന്ന തരത്തിൽ മറ്റു ഒരു ഉപവാസ പ്രാർത്ഥനയിലും നടക്കാത്തത് ചിലത് ഈ ഉപവാസ പ്രാർത്ഥനയുടെ അകത്ത് ദൈവം ചെയ്ത ടെസ്റ്റ് മണീസ് ഉണ്ടാകും. നിങ്ങൾക്ക് പോലും അത്ഭുതം തോന്നി, ഇതെങ്ങനെ സംഭവിച്ചു? ആ വ്യക്തി ഞാനാണ് എന്നുള്ളവൻ ആത്മാവി സ്വീകരിച്ചോ? ആ സാക്ഷ്യം ഞാനാ പറയാൻ പോകുന്നത്. ആ ആത്മാവി സ്വീകരിക്കാൻ പോവുകയാ. ചിലര് റീസികൾ പിടിച്ചെടുക്കാൻ പോവുകയാ. ബലാത്കാരിനെ ദൈവരാജ്യം പിടിച്ചെടുത്തതുപോലെ ഇതിന്റെ അകത്ത് ചില വ്യക്തികളുണ്ട്. ഈ ജീവനുള്ളതിനെ കണ്ടാൽ അറിയാൻ കേട്ടോ, ജീവനുള്ളതിന് മിണ്ടാതിരിക്കാൻ കഴിയുകയില്ല. ദൈവം ചെയ്ത നന്മകളെ തിരിച്ചറിയുന്നവൻ ആരാധിക്കാതിരിക്കാൻ കഴിയുകയില്ല. ദൈവമാണ് നിർത്തിയിരിക്കുന്നതെന്ന് അറിയുന്നവന് അന്തരാഗപരത്തൊരു ദൈവ സാന്നിധ്യത്തിന് വില കൊടുക്കാതിരിക്കാൻ കഴിയുകയില്ല. ഇതിന്റെ അകത്ത് നിങ്ങൾ ഈ പ്രഭാതയാമത്തിൽ കൂടി വന്നിരിക്കുന്നത് റീഗബസ് അപ്പ നിങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാ, അപ്പ നിങ്ങളെ കരുതിയത് കൊണ്ടാ. റീഗബ റദുരി ദുരുദുരു ദുരിദുരി രീഗബലത്തനെ അന്തരേ ഗബലാ ദുരി 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 രീഗബരത്തര രീഗബസ്. എത്ര പേര് ആത്മാവ് സ്തുതിക്കും? പരിശുദ്ധാത്മാവ് എന്നോടൊന്ന് സംസാരിക്കണമേ, പരിശുദ്ധാത്മാവ് എന്നോടൊന്ന് ഇടപെടണമേ. മറ്റാരേക്കാളും അപ്പായെ അറിയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റെന്തിനേക്കാളും കർത്താവിനെ സ്നേഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലോകത്തിലുള്ളതിനെ എല്ലാത്തിനേക്കാളും ഞാൻ ദൈവത്തെ ഹാലലൂയ മുൻസ്ഥാനം കൊടുക്കുകയാണ്. എത്ര പേർ ആത്മാവിലത് സ്വീകരിക്കും? മരണത്തിന്റെ കയങ്ങളെ അഴിക്കുവാൻ, ലോകമോഹങ്ങളുടെ കയങ്ങൾ അഴിക്കുവാൻ, പാപത്തിന്റെ മ്ലേച്ഛതകൾ അഴിക്കുവാൻ നിന്റെ മേലൊരു അഭിഷേകം. കുടഞ്ഞുകള, നീ കുടഞ്ഞുകള എല്ലാം നൂകത്തെ കുടഞ്ഞുകള, നിന്നെ ബ്ലോക്ക് ചെയ്യുന്നതിനെല്ലാം കുടഞ്ഞുകള. റീസി ഗബവ ചിലതിന്റെ മേൽ തീ പിടിക്കുന്നല്ലോ. രഗബ ലഗബ രഹബുറു ദുരി 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 വിട്ടുകൊടുക്കൽ. അന്യഭാഷ സംസാരിച്ചു തുടങ്ങ്. അന്തര രഗബല ഹബുറു ദുരി 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 ദൂര രീഗ സിക്കം ദീന ദീന രീഗ രത്തനെ. നിങ്ങൾ ഈ കരങ്ങൾ അടിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ അഗ്നി നിങ്ങളുടെ മേൽ പിടിക്കുകയാ. ജോ രഹസ്യ ഫെലിസ്തനോട് രീഗബലത്തിൽ യുദ്ധം ചെയ്യാൻ നിന്റെ മേലൊരു അഭിഷേകം. മിദ്യാന്യ സൈന്യത്തോട് യുദ്ധം ചെയ്യാൻ നിന്റെ മേലൊരു അഭിഷേകം. റീഗസി കൽദയരോട് യുദ്ധം ചെയ്യാൻ നിന്റെ മേലൊരു അഭിഷേകം. റല്ലലാലേഖ രത്ത നീക ദീന ധീര ദീന അംദാന ദാന ദാന ഋതുരു ദുരു 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 ദുരിഗബരഗരഗരഗ ദുരി ദുരിഗബസി അപ്തരേഗബ അപ്രലാക്കുബ്രൂതുരിയതര. വഴി അറിയാതെ നടക്കുന്ന ചിലരെ കർത്താവിനെ കാണിക്കുന്നു. വഴി കർത്താവ് കാണിച്ചു തരാൻ പോവാ സഹോദരി. വഴി കർത്താവ് കാണിച്ചു തരാൻ പോവാ സഹോദര. അന്തരെ രഗബലത്തിൽ വഴി അറിയാതെ കരയുന്ന കുഞ്ഞെ, നിന്നോടുള്ള ദൂത്. വഴി തുറക്കുന്ന ഒരു നാഥൻ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. വഴിയില്ലാതെ നിൽക്കുന്ന വിധവയുടെ മുമ്പിൽ ദൈവത്തിന്റെ വാതിൽ തുറന്നതുപോലെ വരണ്ട നിലത്തിന്റെ അകത്ത്, റീഗസി മരുഭൂമിയുടെ അകത്ത്, പെരുവെള്ളത്തിന്റെ അകത്ത്, തീച്ചൂളയുടെ അകത്ത് ദൈവത്തിന്റെ വാതിലുകൾ തുറക്കും തുറക്കും തുറക്കും. അത് നിന്റെ അവകാശമാണ്. ആത്മാവെ പിടിച്ചെടുക്കുന്ന ദൈവത്തെ സ്തുതിക്കുകയാണ്. അത് നിന്റെ അവകാശമാണ്. ജീവനുള്ളവരുടെ ദേശത്ത് ജീവനോട് നിർത്തിയിരിക്കുന്നെങ്കിൽ ഒന്ന് കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്ക്. ഹാലേലു. എത്രയോ പേർക്ക് ഇന്ന് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. ICUവിൽ കിടന്ന് അയ്യം വിളിക്കുക. ഒരു ശ്വാസത്തിന് വേണ്ടി വെന്റിലേറ്ററിന്റെ സഹായത്തോടെ നമ്മളെ എല്ലാവരെയും കർത്താവ് ഇത്രത്തോളം സന്തോഷത്തോടും സമാധാനത്തോടും സ്വസ്ഥതയോടും നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് ഇരിക്കാൻ ദൈവം അനുവദിച്ചെങ്കിൽ എന്റെ അപ്പായ്ക്ക് സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? ഹാലേലു.
ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ തീർന്നുപോയി നമ്മൾ ചിന്തിച്ചില്ലേ? പല പ്രതികൂലങ്ങൾ നമ്മുടെ കുടുംബത്തിനെതിരെ ആഞ്ഞടിച്ചില്ലേ? നമ്മുടെ കുടുംബം തകർന്നു പോകാതിരുന്ന അവന്റെ ദയയല്ലേ, അവന്റെ കൃപയല്ലേ? ദൈവത്തെ സ്തുതിക്കാതിരിപ്പാൻ കഴിയുമോ? അന്തര അകബൽ അവന് പാട്ടുപാടാതിരിക്കാൻ കഴിയുമോ? അവനെ ആരാധിക്കാതിരിക്കാൻ കഴിയുമോ? ചില അടിസ്ഥാനങ്ങളെ ദൈവാത്മാവ് പണിയുകയാ. ഇനി എഴുന്നേൽക്കുകയില്ലെന്ന് പറഞ്ഞ ചില വിഷയത്തിന്റെ അകത്ത്, തീർന്നു എന്ന് പറഞ്ഞ വിഷയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ പ്രവർത്തികൾ കോരിയാലും കോരിയാലും തീരാത്ത ചില പറ്റാത്ത നീരുറവകൾ കുഞ്ഞെ നിനക്ക് വേണ്ടി ദൈവം തുറക്കുന്നു. ആ വരണ്ട അവസ്ഥയിൽ തന്നെ കോരിയാലും കോരിയാലും തീരുകയല്ല കേട്ടോ. നിനക്ക് വേണ്ടി ദൈവം തുറക്കുന്നത് അങ്ങനെയുള്ള നീരുറവയാ. ഓ റസിക ബലോകു ബലേകവ. ദൈവത്തിന്റെ പൈതലിന് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. പ്രിയ ബീന സിസ്റ്ററെ, നിങ്ങളെ ഇനി സഹായിക്കാൻ പോകുന്ന നിങ്ങൾ അറിഞ്ഞുകൂടാത്ത ചില വ്യക്തികളാ. അവരേത് രാജ്യത്തിലിരുന്നാലും ആ വ്യക്തികൾ നിങ്ങളുമായി കണക്ട് ആകും. അതൊരു ഫേവർ, അപ്പായുടെ ഫേവറാ. എന്തുകൊണ്ടാ സിസ്റ്ററെ അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ചിലരെ തുറക്കുന്നത്? ചിലര് നിന്റെ കൂടെയുള്ളവര് നിന്നെ സഹായിക്കാൻ തുടങ്ങിയ നിന്നെ അവര് ഭരിക്കുന്നത് കർത്താവിന് ഇഷ്ടമല്ല. അല്ലേ? നമ്മൾ അവരിൽ നിന്ന് ചിലത് പ്രാപിച്ച അടിമത്വം അനുഭവിക്കേണ്ടി വരും. ശരിയല്ലേ? അത് എന്റെ അപ്പായ്ക്ക് ഇഷ്ടമല്ല എന്ന്. നിന്നെ ആരും ഭരിക്കുന്നത് പരിശുദ്ധാത്മാവല്ലാതെ. പിടികിട്ടുന്നുണ്ടോ? ദൈവം അങ്ങനെയുള്ള പ്രൊവിഷൻസ് തുറക്കും. നീ പോലും അറിയാത്ത വ്യക്തികൾ നിന്നെ സഹായിക്കാൻ സമുദ്രം കടന്ന് ചില നന്മകൾ അക്കൗണ്ടിലേക്ക് ഞാൻ തുറക്കാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അപ്പ ദൈവരാജ്യത്തിന്റെ അകത്ത് നിൽക്കുന്ന പ്രിയ മകളാണ്. അപ്പ തന്റെ ജീവിതത്തിൽ ഫിനാൻഷ്യൽ ഏരിയയുടെ അകത്ത് വലിയൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. റുതുരി കൊടുക്കുന്ന ഈ കരത്തിന്റെ മേൽ ദൈവത്തിന്റെ അസാധാരണ തീ പിടിക്കട്ടെ. തന്റെ കുടുംബത്തിന്റെ അകത്തോ കുഞ്ഞുങ്ങളിലോ റീഗസ് ഒരു കുറവും വരാതെ റാലഹബൂറതിന് അതത് സമയത്ത് എന്തൊക്കെ വേണമോ അതൊക്കെ ഒരുക്കി അങ്ങ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, പറ്റാത്ത നീരുറവ കുഞ്ഞെ നിന്റെ മേൽ കർത്താവ് തരാൻ പോകുകയാ. നീ തീർന്നു പോയെന്ന് എഴുതിയ ചില വിഷയത്തിന്റെ അകത്ത് പിന്നെ ചില തുടക്കങ്ങൾ കർത്താവ് ചെയ്യാൻ പോകുകയാ കേട്ടോ. ഓ കുടുംബത്തിന്റെ അകത്ത് ചില വ്യക്തികൾ നിന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പോകുക. നിന്നെ ഇട്ടിട്ട് പോയാ, നിന്നെ ഒഴിവാക്കിയിട്ട് പോയാ, നീ പലപ്പോഴും നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറയുന്ന ഒരു കാര്യം, എന്നാൽ ആ സഹോദരി ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു. ആ സഹോദരി മടങ്ങി വരും. നിങ്ങളെ കരയിപ്പിക്കുന്ന ആ വിഷയം നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. കാരണം നിങ്ങൾ ചെയ്യുന്നത് ദൈവത്തിന്റെ വേലയാ. നിങ്ങൾ ചെയ്യുന്നത് എന്റെ അപ്പായുടെ പ്രവൃത്തിയാ. പിടികിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. റസി ഖബാർ ദുരു തലയ്ക്കകത്ത് കെട്ടപ്പെട്ട അവസ്ഥകൾ റീഗസ് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ തലയുടെ പുറകു ഭാഗത്ത് കർത്താവിനെ കാണിക്കുന്നു. പ്രാർത്ഥിക്കാൻ കഴിയാതെ വണ്ണം കണ്ണുനീര് കൊണ്ടാ പ്രാർത്ഥിക്കുന്നത്. നാവെടുത്ത് സംസാരിക്കാൻ കഴിയാതെ വല്ലാത്ത തലവേദന. നിന്നെ കെട്ടുന്നവൻ പൂട്ടിക്കെട്ടും കേട്ടോ. നിന്നെ കെട്ടുന്നവൻ പൂട്ടിക്കെട്ടും. റാസിക ചില ആഭിചാരങ്ങൾ അയച്ച് ഇൻഗ്രേസ് ഫെലോഷിപ്പിന്റെ പേരിൽ തന്നെ ചില ആഭിചാരം അയക്കുന്ന ചില വ്യക്തികളുണ്ടെന്ന് പരിശുദ്ധാത്മ ആലോചന പറയുന്നു. ദൈവത്തെ തൊട്ടാൽ അത് തീക്കളിയാ. അവന്റെ റീഗബസ് അവസ്ഥകളെ റീഗബസ് ഹപ്തരാഗവ കത്തിക്കുന്ന ഒരു ദൈവം ഉണ്ട് കേട്ടോ. കെട്ടുകൾ ഇന്ന് റീഗസ് ആത്മതലത്തിൽ പൊട്ടുപോ തലയുടെ പുറകു ഭാഗത്ത്. അങ്ങനെ തന്നെ കർത്താവ് പറയുന്നു. റസിക ആ ഭാഗത്ത് ദൈവത്തിന്റെ തീ ഇപ്പോൾ കത്തുകയാ. ചില സമയത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ വണ്ണം തലവേദനയിട്ട് മാനസികമായ സംഘർഷങ്ങളുണ്ട്. ദുരിത ശാരീരിക ക്ഷീണങ്ങളിട്ട് അബ്രലാഗബലത്തുനി ഈ 7 ദിവസത്തുള്ള മീറ്റിംഗ് പോലും നടത്തണോന്ന് ചിന്തിച്ചൊരു അനുഭവം ഉണ്ടെന്ന് കർത്താവ് പറയുന്നു. സാഹചര്യം ഇല്ല. അവസ്ഥകൾ വളരെയധികം പ്രതികൂലമായിരുന്നു. എനിക്കറിയില്ല, ബീന സിസ്റ്ററിനോട് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ആരും അങ്ങനെയൊന്നും വിചാരിക്കരുത്. പരിശുദ്ധാത്മാവ് വ്യക്തമായി എന്നോട് പറയുന്ന ഒരു കാര്യം, സാഹചര്യം ഇല്ലാത്തിടത്താ നീ 7 ദിവസം അപ്പായിട്ട് സന്നിധി ഇരിക്കുന്നേ. നിന്റെ ശരീര അവസ്ഥ വല്ലാതെ ബുദ്ധിമുട്ടാ. ഇതിന്റെ അകത്ത് ഓരൊറ്റ വ്യക്തിക്ക് അത് അറിയേല. അതാ നിന്റെ പ്ലസ് പോയിന്റ്. ഇതിന്റെ അകത്തുള്ള ഒരു വ്യക്തികൾക്കും അറിയേല. ഒരു വ്യക്തികൾക്കും അറിയേല. അതാ പ്ലസ് പോയിന്റ്.
ബലഹീനത വിളിച്ചു പറയുന്നവരല്ല, കർത്താവിന്റെ കൃപയാൽ നിലനിൽക്കുന്നവരാ ദൈവ പൈതൽ. പിടികിട്ടുന്നുണ്ടോ? നമ്മൾ ബലഹീനരാണെന്ന് ജനത്തോട് വിളിച്ചു പറയുമ്പോൾ അവര് തളർന്നു പോകും. അങ്ങനെയല്ല ഒരു ലീഡറിന്റെ സ്പെഷ്യാലിറ്റി. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നവർ, കർത്താവിന്റെ സാന്നിധ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആത്മാവിൽ സ്വീകരിച്ചോ കേട്ടോ. ഞാൻ എന്റെ ബലഹീനതയല്ല വിളിച്ചു പറയുന്നത്, എന്റെ ദൈവത്തിന്റെ ബലമാ ഞാൻ വിളിച്ചു പറയുന്നത്. യേശു മഞ്ചത്തിന്റെ അടുക്കിലേക്ക് ചെന്നു, അവളോട് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. കർത്താവ് കരയണ്ട എന്ന് പറഞ്ഞ ദൈവത്തിന്റെ പക്കൽ നിന്റെ വിടുതൽ ഉണ്ടെന്നർത്ഥം. കർത്താവ് കരയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ ആരോടെങ്കിലും? എങ്കിൽ ഞാനൊരു ദൂത് പറയാം, കരയണ്ട എന്ന് പറഞ്ഞത് നിന്റെ ജീവിതത്തിന്റെ അകത്ത് ആ വിഷയത്തിന്റെ മറുപടി കർത്താവിന്റെ കയ്യിലുള്ളത് കൊണ്ടാ. വിശ്വസിക്കാമോ? 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 കരയുന്ന ചിലരോടുള്ള ദൈവത്തിന്റെ ദൂത്, റലഗബ കരഞ്ഞ് കരഞ്ഞ് റീഗബത്തിന്റെ കണ്ണുനീര് കൊണ്ട് നീ നിന്റെ ജീവിതത്തെ നനയ്ക്കുവാണോ? നിന്റെ ബെഡിനെ നനയ്ക്കുവാണോ? ഇനി ഒരു ജീവിതത്തിന്റെ അകത്ത് എനിക്കൊരു നന്മ ഉണ്ടാകുകയില്ല, എല്ലാം തീർന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണോ? വേദനയിലാണോ? പ്രയാസത്തിലാണോ? ദൈവാത്മ വ്യക്തമായി പറയും, നിന്റെ ആ വേദനയെ കർത്താവ് എടുത്തു കളയാൻ പോവുകയാ. നിന്റെ ഹൃദയത്തിന്റെ അകത്തെ ചിലർ പറഞ്ഞ വാക്കുകളുടെ വേദന, ചിലർ പറഞ്ഞ റീകബസ്യാന്തന സാഹചര്യം, ചിലർ പ്രവർത്തിച്ച ചില പ്രവൃത്തികളുടെ വേദന സഹിക്കാൻ കഴിയുന്നില്ല. ഓർക്കുമ്പോ കരയുന്നു. അങ്ങനെയുള്ള വ്യക്തികളൊന്ന് കരങ്ങളൊന്ന് ഉയർത്തിയേ. ചില വ്യക്തികൾ നിങ്ങളോട് സംസാരിച്ച വാക്കുകൾ, ചില വ്യക്തികൾ ഇടപെട്ട ചില അനുഭവങ്ങൾ, ചില മുറിവുകൾ. യെസ്, ഈ കരങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹാലലൂയ. നിങ്ങളുടെ ഹൃദയത്തിൽ അത് ഓർക്കുമ്പോ കരച്ചിൽ വരുന്നു. കാരണം നിങ്ങളുടെ ഹൃദയം സൗഖ്യമാകാത്തോണ്ടാ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് അത് ഓർക്കുമ്പോ കരച്ചിൽ വരുന്നു. ആ ശുശ്രൂഷകൻ എന്തായാലും എന്നോട് ചെയ്യണ്ടായിരുന്നു, എന്റെ പപ്പ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, എന്റെ അമ്മ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, എന്റെ സഹോദരങ്ങൾ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നിന്റെ ഹൃദയത്തിന്റെ അകത്ത് നിനക്ക് മറക്കാൻ പറ്റാത്ത ചില വേദനകൾ. ഈ കരം പൊക്കിയിരിക്കുന്നവരെ കാണുന്ന ഒരു ദൈവമുണ്ട്. കരഞ്ഞുകൊണ്ട് തന്നെയാ നിങ്ങൾ ഇപ്പോഴും ആയിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവിനെ കാണിക്കുന്നു. കുഞ്ഞേ, ദിവ്യമായ സമാധാനം. പരിശുദ്ധ പിതാവേ, ഈ കരം ഉയർത്തിയിരിക്കുന്ന പ്രിയ ദൈവമക്കളെ തിരുപാദപിടത്തിലേക്ക് കൊണ്ടുവരുന്നപ്പ, മറ്റുള്ളവർ പറഞ്ഞ വാക്കുകൾ, മറ്റുള്ളവർ ഇവരോട് പ്രവർത്തിച്ച ചില പ്രവർത്തികൾ ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ലപ്പാ. അത് ആലോചിക്കുമ്പോ ഇവര് വല്ലാതെ കരയുകയാണ്. ചില ഭയങ്ങൾ ഉണ്ടാവുകയാണപ്പാ. തകർന്നു പോവുകയാ, തളർന്നു പോവുകയാ, വീണു പോവുകയാ, പ്രയാസപ്പെടുകയാ. ഇവരോടങ്ങ് കരുണ തോന്നണയപ്പാ. വർഷങ്ങൾ കൊണ്ട് നീറി ഹൃദയം പുകഞ്ഞായിരിക്കുന്ന വിഷയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ കരം വെളിപ്പെടുകയാ, ദൈവത്തിന്റെ കരം വെളിപ്പെടുകയാ. അന്തരാഗബലത്തുരി ധീര രീത രീഗബരത്തുരി ഹതര രീഗബലത്തര രീഗബലത്തുനി. ആരൊക്കെ സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുന്ന ആ വ്യക്തികളുടെ അകത്ത് ദിവ്യമായ സമാധാനം ഇപ്പോൾ വെളിപ്പെടുകയും അവരോട് ക്ഷമിക്കാനുള്ള ഒരു ഹൃദയം ഉണ്ടാവുകയാ. വിശ്വസിക്കുക കുഞ്ഞെ, നിനക്ക് കഴിയും, നിനക്ക് കഴിയും. നിന്നെ വേദനിപ്പിച്ച ആ വ്യക്തിയോട് ക്ഷമിക്കാൻ, നിന്നെ പ്രയാസപ്പെടുത്തിയ ആ വ്യക്തിയോട് ക്ഷമിക്കാൻ നിനക്ക് കഴിയും. ദൈവത്തിന്റെ കരം നിന്നെ തൊടുവാ. രഗതിനി. ചിലരുടെ പ്രാണൻ തണുപ്പിക്കപ്പെടുന്നത് കർത്താവിനെ കാണിക്കുന്നു. ചില പ്രാണൻ തണുപ്പിക്കപ്പെടുകയാ. ചില ഹൃദയങ്ങൾ സൗഖ്യമാവുകയാ. യേശുവേ, എന്നെ ഒന്ന് സൗഖ്യമാക്കണമേ. എന്റെ ഹൃദയത്തോടൊന്ന് മനസ്സലിയണമേ അപ്പ. എന്റെ പ്രാണനെ ഒന്ന് തണുപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ഓ ജീസസ്, ഹല്ലേലൂയ. കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്നു, മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. നിന്നെ ചുമക്കുന്ന ചിലരുണ്ട് കുഞ്ഞേ, നിന്നെ ചുമക്കുന്ന അവർ ചില നന്മകൾ ഉള്ളത് കൊണ്ടാ നിന്നെ ചുമക്കുന്നേ. നിനക്ക് ചില നന്മകൾ ഉണ്ട്, നിനക്ക് ചില അനുഗ്രഹങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ അവർ നിന്നെ ചുമക്കുന്നത്. യേശു കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് എൻട്രി ആയാൽ ചുമക്കുന്നവർ നിൽക്കും. നിന്നെ കൊണ്ട് ചില ലാഭങ്ങൾ ഉണ്ടാക്കുന്ന, നിന്റെ നന്മകളെ തട്ടിപ്പറിക്കുന്ന, ചുമക്കുന്നവരെ കുറിച്ചുള്ള ദൂതാ ഞാൻ പറയുന്നത്. നിനക്കൊരു നന്മയില്ല, നിനക്കൊരു സാമ്പത്തിക വഴിയില്ല, നിനക്കൊരു ആരോഗ്യമില്ല, നിന്നെ കൊണ്ട് ഒരു ഉപയോഗം ഇല്ലെങ്കിൽ അവര് ചുമക്കുന്നത് നിർത്തും. ശരിയല്ലേ?
ഇടപെടുന്നു, അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്നില്ലെന്ന് കാണുമ്പോൾ ചുമക്കുന്നവർ നിൽക്കും. പക്ഷെ എന്റെ ദൈവം അങ്ങനെയല്ല പറഞ്ഞത്. ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്. ഈ ലോകത്തിലെ മനുഷ്യ നിങ്ങളുടെ കൂടെ കൂട്ടിയില്ലേ എന്താ കുഴപ്പം? എന്റെ അപ്പ കൂടെ ഇല്ലേ? ഞാൻ നിങ്ങളെ നരയ്ക്കോളം ചുമക്കാം. ഈ ലോകത്തിലുള്ളവര് ചുമക്കുന്നത് നിർത്തുമ്പോ കർത്താവ് നമ്മളെ ചുമക്കും. ആര് ചുമക്കണമെന്ന് നിങ്ങൾ ചൂസ് ചെയ്തോ കേട്ടോ. ആരാ എന്നെ ചുമക്കേണ്ടേ? മനുഷ്യനാണോ ദൈവമാണോ? മനുഷ്യൻ ചുമന്നാൽ കുറച്ച് നാൾ ചുമക്കും. കുറച്ച് ദിവസം കഴിയുമ്പോ ചില പൊട്ടക്കുഴിയില് കൊണ്ടിടും, തീച്ചൂളയുടെ അകത്ത് കൊണ്ടിടും, സിംഹഗുഹയുടെ അകത്ത് കൊണ്ടിടും. എന്റെ അപ്പ സിംഹഗുഹയുടെ അകത്ത് ഒന്നും കൊണ്ടിടുകയില്ല കേട്ടോ. അവൻ നിന്നെ അവന്റെ ഇഷ്ടപ്രകാരം മെനഞ്ഞ് ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു മാനപാത്രമായി പുറത്തു കൊണ്ടുവരും. മനുഷ്യനെ വിശ്വസിക്കരുത്. വചനം പറയുന്നു, മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിശ്വസിക്കരുത്, വിശ്വസിച്ചാൽ പണി കിട്ടും. ഈ ശിംശോൻ ദലീലയെ വിശ്വസിക്കുക. ദൂതിലേക്ക് പ്രവേശിക്കുക, വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കുക. ശിംശോൻ എന്ത് ചെയ്യുന്നു? ദലീലയെ വിശ്വസിക്കുന്നു. ചിലർ നിങ്ങളുടെ വിശ്വാസത്തെ പിടിച്ചെടുക്കും. അവരില്ലാതെ നമുക്ക് പറ്റുകയില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകും. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തോ കേട്ടോ. പരിശുദ്ധാത്മാവ് അങ്ങനെ എന്നോട് പറയാൻ പറയുന്നു, ശിംശോനെ ഓ രഹസ്യ ഹപ്തരെ കെട്ടിയതുപോലെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ചിലത് പ്രാപിച്ച് നിന്നെ കെട്ടുവാൻ വരുന്ന ദലീലമാരെ സൂക്ഷിക്കണം. നിന്റെ അഭിഷേകത്തെ ചോർത്തിക്കളയാൻ, നിന്റെ നന്മയെ ചോർത്തിക്കളയാൻ, നിന്റെ അനുഗ്രഹത്തെ ചോർത്തിക്കളയാൻ റേഗബലകുബ് നിന്നെ ചുമന്നുകൊണ്ട് നടക്കുന്ന ചില ദലീലമാർ ആത്മാവ് സ്വീകരിക്കാൻ കഴിയും. അവരെ നീ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നീ വീണു പോകും. ലഗസി ചില പൈശാചി ഏജന്റുമാരെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വീണു പോകും. ലഗസി ദലീൽ ആദ്യം എന്ത് ചെയ്യുന്ന അറിയാമോ? നിങ്ങൾക്ക് വേണ്ടിയതെല്ലാം തരും. നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കരമായിട്ട് സഹായിക്കും. പിടികിട്ടുന്നുണ്ടോ? ഭയങ്കരമായിട്ട് സഹായിക്കും. നമ്മൾ വിചാരിക്കും അയ്യോ ഇത് ദൈവത്തിൽ നിന്ന് വന്നതാ. നമ്മൾ എല്ലാവരും പറയും അയ്യോ ഇത്രയും ആ സഹോദരൻ ആ കുടുംബം ഞങ്ങളെ സഹായിച്ചല്ലോ എന്ന് നിങ്ങൾ പറയും. പക്ഷെ അത് ദൈവീകമല്ല. മനസ്സിലാകുന്നുണ്ടോ? ദൈവീകമല്ല. അത് ആ വ്യക്തി നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുന്നത് നിങ്ങളെ കെട്ടാനാ. ചിലർക്കൊക്കെ ഇപ്പൊ പിടികിട്ടുന്നുണ്ട്. ചിലർ നന്മകൾ തന്ന് കെട്ടിപ്പിടിക്കും, നമ്മുടെ കൂടെ കാണുമെന്ന്, അവസാനം വരെ കാണും. സിസ്റ്ററെ നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് പറ്റുകയില്ല എന്ന് പറഞ്ഞ എത്ര ഒരെണ്ണം ഇതിന്റെ അകത്തുണ്ട് ബീന സിസ്റ്ററെ? നെഞ്ചി കൈവച്ച് പറ. അവസാനം വരെ കാണും കേട്ടോ. എല്ലാത്തിനും കൂടെ കാണുമെന്ന് പറഞ്ഞവനല്ലേ ആദ്യം ഇറങ്ങിപ്പോയത്? എല്ലാത്തിനും കൂടെ കാണുമെന്ന് പറഞ്ഞവരല്ലേ നമ്മുടെ ലൈഫിൽ ആദ്യം ഇറങ്ങിപ്പോയേ? ചിരിക്കാൻ പറഞ്ഞല്ല, സത്യമായിട്ടുള്ള കാര്യമാ പറഞ്ഞേ. എല്ലാത്തിനും ഞങ്ങൾ കാണും. ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾക്ക്. അവർക്ക് ഇപ്പൊ ഒന്നും അല്ല. ഇതിന്റെ അകത്ത് അവരില്ല. പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ദൈവഹിതമല്ലാത്ത ഒരെണ്ണം പോലും ഇതിന്റെ അകത്ത് ഇരിക്കാൻ ദൈവം അനുവദിക്കുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? അബ്രഹാം ലോത്തും കൂടെ യാത്ര ചെയ്യുമ്പോ റാസിഗബ ഒരു പിരീഡ് കഴിയുമ്പോ ലോത്തിനെ കർത്താവ് വെട്ടുന്നു. അബ്രഹാമിന്റെ മേലാണ് വാഗ്ദത്വം. പിടികിട്ടുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. അന്തരാഗമ ഓരോ കാര്യങ്ങളും ദലീലയോട് ശിംശോൻ പറഞ്ഞു കൊടുക്കുകയാ. അവന്റെ അനുഗ്രഹം എവിടെയായിരിക്കുന്നത്? അവന്റെ നന്മ എവിടെയായിരിക്കുന്നു? അവൻ എവിടെയാ എങ്ങനെയാ അനുഗ്രഹിക്കപ്പെടുന്നത്? എങ്ങനെയാ ഉപയോഗിക്കപ്പെടുന്നത്? പ്രിയ ദൈവ പൈതലെ, എല്ലാവരോടും എല്ലാം പറഞ്ഞു നടക്കരുത്. അവർ നിങ്ങളുടെ രഹസ്യങ്ങളെ അന്വേഷിക്കുവാൻ ഉപായേനെ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ നിങ്ങളുടെ വായെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ മുത്തുകളെ എടുത്ത് പന്നികളുടെ ഇടയിൽ ഇടരുത് കേട്ടോ. അവർ നിങ്ങളെ ചീന്തിക്കളയും. ചെറിയാൻ പ്രിയ ദൈവ പൈതലെ, പരിശുദ്ധന്മാർ നിന്നോട് ദൂത് പറയാൻ പറയുന്നു. ചില നന്മകളെ നീ ഉറകസ്യഹത്തനെ ചോർത്തിക്കളയാൻ ചില റീഗബസി ഫെലിസ്തീയ സൈന്യങ്ങൾ നിന്റെ പടകിനെതിരെ നിൽപ്പുണ്ട് കേട്ടോ. അന്തരാഗബലുത്തുനി നിന്റെ നന്മയെ തീർത്ത് കളയാ, നിന്നിൽ നിന്നൊരു നന്മ വെളിപ്പെടാതിരിക്കാൻ. അന്തരാഗബരഹസ്യ അവര് കൂട്ടം കൂടി നിന്നെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോ നിന്നെ വിളിച്ചൊരു ദൈവമുണ്ട്. വിളിച്ച ദൈവത്തിന്റെ അടുക്കലേക്ക് കർത്താവ് നിന്നെ കണക്ട് ചെയ്യാൻ പോവാ. റാലഗബ നിന്റെ നന്മ എവിടെ നിന്ന് വരുന്നു? നിനക്ക് എങ്ങനെ അനുഗ്രഹം ലഭിക്കുന്നു? റാലഗബസ് നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ നിന്നെ റീഗബ ദൈവ കൃപയാൽ പുറത്തു കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്യുകയോ.
ഓ റാലാഖബറീഖബറത്തുനി അതനരിഖബസ് ചില മരണത്തിന്റെ കയങ്ങളിൽ നിന്ന് അഴിച്ച ദൈവം നിന്നെ കൊണ്ട് ഇരുത്തിയേക്കണം. ഓ റാലാഹ കർത്താവ് അങ്ങനെ എന്നെ കാണിക്കുന്നല്ലോ. മരണത്തിന്റെ കയങ്ങൾ റീഗബലഹ ബുറുദുരുദു ഡെസിസിസ്റ്റേ റീഗസേ ഡോക്ടർ പറഞ്ഞതാ നിങ്ങൾക്കിനി അധിക നാൾ ജീവിക്കാൻ പറ്റുകയില്ല. പക്ഷെ ദൈവാത്മാവിനോട് പറയുന്നു മരണത്തിന്റെ കയത്തെ അഴിച്ചിട്ടാ ദൈവം ഇപ്പൊ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനോടെ നിർത്തിയിരിക്കുന്നത്. എന്തിനാ നിർത്തിയിരിക്കുന്നതെന്ന് അറിയാമോ? നിന്നിലൂടെ ഒരു ഫലം പുറത്തു വരാനാ. അനേകം പേരെ ദൈവരാജ്യത്തിലേക്ക് വലിച്ചടിപ്പിക്കാനാ. പ്രിയ സഹോദരി, നിന്റെ ഭവനവുമായി ബന്ധപ്പെട്ടൊരു പ്രെയർ ദൈവാത്മാവ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ കേട്ടോ. ഒരു പ്രെയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. റാലഹബൂർ അതിനൊരു സുവിശേഷത്തിന്റെ കോളിംഗ് സഹോദരി നിന്റെ മേലുണ്ട്. നീ എഴുന്നേറ്റ് പ്രകാശിക്കാനുള്ള സമയമാണ്. റാലഹബൂർ അതിന് നീ മരണത്തിൽ നിന്ന് ജയിച്ചെങ്കിൽ മരണത്തിൽ കിടക്കുന്ന ചിലരെ വിളിച്ചെടുക്കാനുള്ള ഉത്തരവാദിത്തം നിനക്കുള്ളതാ. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? രോഗത്തിൽ നിന്ന് കർത്താവ് നിന്നെ വിടുവിച്ചെങ്കിൽ ചില രോഗികളെ സൗഖ്യമാക്കാനുള്ള ചുമതല നിനക്കുള്ളതാ. ചില അടിമത്ത ചങ്ങലയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇനിയും അടിമത്തത്തിൽ കിടക്കുന്ന ചിലർ നിന്റെ പുറകെ ഉണ്ട്. ആ വ്യക്തികളെ രീകബലത്തിന് പിടിച്ചെടുത്ത് ദൈവ രാജ്യത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നത് നിന്റെ ഉത്തരവാദിത്വമാണ്. നീ പൊട്ടക്കുഴിയിലൂടെ പോയ വ്യക്തിയാണെങ്കിൽ പൊട്ടക്കുഴി കിടക്കുന്ന അനേകം പേര് ഇന്നും ഉണ്ട്. അവരെ വിളിച്ചെടുക്കേണ്ടത് നിന്റെ പിടികിട്ടുന്നവൻ ആത്മാവിൽ നിന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ടെ. അബ്രാ ലേക്കോ റോലു ദൂന റീഥ നീഥ നീക സീകം ദാന. ചിലരുടെ മേൽ അസാധാരണ അഭിഷേകം വെളിപ്പെടുന്നല്ലോ. ഇന്നലെ അനുഭവിച്ച അഭിഷേകമല്ല, അടുത്തൊരു ലെവലിലേക്ക് ഓരോ പ്രതികൂലങ്ങളെ മറികടക്കേണ്ടതിന് ഓരോ അഭിഷേകമാണ് വേണ്ടത് കേട്ടോ. റഹലഗസി ഒരു അഭിഷേകം കൊണ്ട് ഓടാൻ പറ്റുകയില്ല. പുതിയത് പ്രാപിക്കണം. ഓരോ അനുനിമിഷവും രഹസ്യ പുതുക്കം പ്രാപിക്കുന്ന ഒരു അനുഭവം. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിയോ പർവ്വതം പോലെയാകുന്നു. ഓ റേഖബാ ദൈവികമായ മഹത്വം. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കഴുകന്മാരെ പോലെ ഇതിന്റെ കഥ ചില വ്യക്തികൾ ചിറകടിച്ച് കയറാകുമ്പോൾ ഉയരങ്ങളിൽ പറക്കാൻ പറന്നു പോകാൻ ലേഖസി പരിശുദ്ധന്മാർ ചിലരുടെ ചിറകുടെ മേൽ അഭിഷേകം പകരുകയാ. പ്രാർത്ഥിക്കുന്ന തീ നാവായി ദൈവാത്മാവ് നിന്റെ നാവിനെ മാറ്റാൻ പോവാ. അന്തരാഗബാലരത്തുനി ദുനിഗബാലരദന രഗരഗ ദുരി 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 രിഗബരഗദന അടൽക്കാരകബറിഗബറഗുദുരി നിങ്ങൾ ഇപ്പോൾ അന്യഭാഷ പറയുമ്പോൾ തന്നെ ചില നുഖങ്ങൾ അഴിയുക. ഫെലിസ്തൻ കെട്ടിയ ചില നുഖങ്ങൾ, ദുഷ്ടം കെട്ടിയ ചില നുഖങ്ങൾ റീഗബലത്തുനി രൂകരത്ത രേഖരത്ത രേഖബരഗതിനി അടൽക്കാനകബറിഗബരഗബര അതുരി ദൂര രീഗ ധീര രീഗരത്ത രേഖബസി രാഗമാരകപരകതുരുതുരുതുരുതുരുതുരുരീകപരത്തിനി അടൽക്കേ നഗബലത്തുനി ദുരിരീകരകതീരകബലതുരുതുരുതുരുതുരുദൂരരീകസ്യം അന്തരേകബലത്തന റീകബലത്തുരി രീകബല. നിങ്ങൾക്കെതിരെ അപവാദം പറഞ്ഞ് നിങ്ങൾക്കെതിരെ ഇടപെടുന്ന ചില നുഖങ്ങൾ ആത്മാവിൽ പൊളിക്കുക. ഉദരത്തിന്റെ കൊത്ത് കെട്ടി ചില കെട്ടുകൾ ആത്മമണ്ഡലത്തിന്റെ കൊത്ത് തകർക്കുക. ലീഗമാരകപരകപരകതിനി ഉദരത്തിന്റെ കത്ത് കെട്ടി മുറുക്കി വച്ചിരിക്കുന്ന ചില നുഖങ്ങൾ ആത്മാവ് സ്വീകരിച്ചോ കേട്ടോ. തലയിടകത്തെ കെട്ടിവെച്ചിട്ട് ചില നുഖങ്ങൾ റീഗബസ ചെവിയിടകത്ത് കെട്ടിവെച്ചിട്ട് ചില നുഖങ്ങൾ ലേഖമരകത്തിന്റെ നാവിന്റെ അകത്ത് കെട്ടിവെച്ചിട്ട് ചില നുഖങ്ങൾ തീയിൽ കത്തിയഴിയുക. കത്തിക്കുക പരിശുദ്ധാത്മാവെന്ന് അഗ്നിയുടെ അകത്ത് കത്തിപ്പോവാ ചിലത്. റീഗബസി ഹബ്ദരേഖബലത്തുനി അന്തര രഗപര ഹതന രീഗലെത്ത രേഖബലത്തര തലയിടകത്ത് ലേഖസ്യ അന്തര തലയോട്ടിയിടകത്ത് വല്ലാത്ത വേദന ഭാരപ്പെട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തി കർത്താവ് ഇപ്പോ സൗഖ്യമാക്കുകയാണല്ലോ. വല്ലാത്ത തലവേദന, ശാരീരികമായ ക്ഷീണങ്ങൾ, പ്രയാസങ്ങൾ ഇപ്പോൾ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം കുഞ്ഞെ നിന്നെ തൊടുകയാ ആത്മാവിൽ സ്വീകരിച്ചു. അന്തര ഗബലത്തേരെ രഗലേ ലഗരേ
രഗരേ 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 രഗരെ വിട്ടുകൊടുക്കല്ലേ കുഞ്ഞെ. ആത്മാവിൽ സ്വീകരിച്ചോ. റീഗബല നിന്നെ തകർക്കാൻ നിൽക്കുന്ന ചില ദുഷ്ട മേഖലകൾ ആത്മാവിൽ പൊളിക്ക്. 6-ാം ദിവസം ദൈവത്തിന്റെ തീ പിടിക്കട്ടെ. 6 ദിവസം റീഗസ് പരിപാലിച്ച ദൈവത്തിന്റെ കരം ഈ മണിക്കൂറിന്റെ അകത്ത് ദൈവാത്മാവ് നിന്നെ തൊടുക. അംദരി ഗമല ഹബുറുലു രുഗുബല ഹസരിക ബലകമ സിക്കം ദീനെ ദേനെ ദേനെ റീഗബാല രത്തനാദിനി റീഗബ റദ്ദുനി ദുരിദുരു ദുരിദുരു റീഗബര ഹസനം ദിനി ദേന റീഗര ദീന റിഗലത്തന റിഗബല ഹബറു ദുരിദുരു ദുരിഗബല ഗദുരുദുരി റിഗബര ഹസനം തന സംശയങ്ങൾ ഉടയപ്പെടുകയാ. അംദന അഗബല ദുരി ചില മിസ്അണ്ടർസ്റ്റാൻഡിങ് തകരുകയാ. റല്ല ലേല ലേഖ രേഖ രാധന ശരീരത്തിന്റെ ശക്തി വെളിപ്പെടുക. ശക്തി വെളിപ്പെടുക. തീ വെളിപ്പെടുക. തീ തീ ചിലർക്ക് അത് അനുഭവിക്കാൻ കഴിയുള്ളൂ. അഭിഷേകം ഉള്ളവനെ അനുഭവിക്കാൻ കഴിയുള്ളൂ. റീഗമലക അഭിഷേകം പ്രാപിച്ചവനെ അത് അനുഭവിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ ഭവനത്തിലായിരിക്കുമ്പോ തന്നെ തീ വെളിപ്പെടുക. തീ വെളിപ്പെടുക. അംതര അരിക എല്ലാവർക്കും ഇത് അനുഭവിക്കാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ശക്തമായി വ്യാപരിക്കുകയാ. അംതന അഗബലക ബർക്കു രോഗോ രോതു രീത രേഖസ്യ പ്രിയ സാബു പ്രിയ കുഞ്ഞ ദൈവാത്മാവ് നിന്നെ തൊടുന്നു. ലാല ലേഖര തുരിതുരി ശിംഷോനെതിരെ ദലീലെ കെട്ടിയതുപോലെ ചിലർ നിനക്കെതിരെ കെട്ടിയ ചില കെട്ടുകൾ ആത്മാവിൽ പരിശുദ്ധനം പൊളിക്കുന്നു. അബ്ര ലീക്ക റോലോ റോദിന് തലയോട്ടിയുടെ അകത്ത് രേഖസി കെട്ടിവെച്ച് നിനക്ക് പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ വണ്ണം, ആരാധിക്കാൻ പോലും കഴിയാതെ വണ്ണം ദുഷ്ടം കെട്ടിയ ചില കെട്ടുകൾ ആത്മമേഖല പരിശുദ്ധനം പൊളിച്ചു കളയുന്നു. റല്ല ലേഖ ബറത്തുരി ദുരി കണ്ണുനീര് കൊണ്ട് നീ നിന്റെ ബെഡിനെ നനയ്ക്കുമ്പോ ദൈവാത്മാവ് വ്യക്തമായി ദൂത് പറയും നിനക്ക് വേണ്ടി ചലിക്കുന്ന അത്യന്ത കാരം നിന്റെ ഭവനത്തിന്റെ അകത്ത് പ്രിയ സിസ്റ്ററെ നിങ്ങളുടെ മേൽ വെളിപ്പെടുക. വിട്ടുകൊടുക്കുക. പരിശുദ്ധാത്മാവിന് വേണ്ടി വിട്ടുകൊടുക്കുക. ദൂതൻ അവിടെ ഇറങ്ങി നിൽക്കുകയാണ്. അംബ്രലാക്കുബുറോദിന് മറ്റാർക്കുമില്ലാത്ത വേദന, മറ്റാർക്കുമില്ലാത്ത പ്രതികൂലം, മറ്റാർക്കുമില്ലാത്ത പ്രതിസന്ധി നിന്റെ ജീവിതത്തിന്റെ അകത്ത് വരുന്നുണ്ടെങ്കിൽ മറ്റാർക്കുമില്ലാത്ത അനുഗ്രഹത്തിന്റെ കലവറകൾ ദൈവാത്മാവ് തുറക്കാൻ പോവുകയാ. ഓ റാ ലേ 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 രേ ഗേ രേ ഗസേ കം റാ ലാ ഹ ബോ റോ ലോ റോ തോ നേ ഗസേ അംബ്രാ ലേ ഗസേ. വിട്ടുകൊടുക്കുക കുഞ്ഞുങ്ങളെ. വിട്ടുകൊടുക്കുക. നിന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവുമായി കണക്ട് ആക്കുക. ഈ സമയം ഈ മണിക്കൂറുകൾ ദൈവ സാന്നിധ്യവുമായി കണക്ട് ആക്കുക. അന്യഭാഷ സംസാരിച്ചു തുടങ്ങുക. അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങുക. അന്യഭാഷ അടയാളത്തോട് ആത്മാവിൽ ഒരു ആരാധന വെളിപ്പെടട്ടെ. ഓറാ ലേഖസ് 6-ാം ദിവസം ദൈവത്തിന്റെ തീ പിടിക്കുന്ന ഒരു സമയമാണല്ലോ. റീഗബലത്തിന് റീഗബലത്തുനി റീഗബലത്തന റീഗബരത്തന റീഗബരത്തുനി റീഗബരത്തന റീഗബരത്തന റീഗബരത്തനെ അംധാരാഗാബറിത്തനീക സിക്കം ദേരേ ദേരേ അംബ്രാലക ബറത്തുനി ദൂന റീഗബലത്തുനി റീഗസ്. നിന്റെ ഫാമിലിക്കൊക്കെ നിൽക്കുന്ന സ്പിരിറ്റ് റീഗബസ്, ആ ജോലി സ്ഥലത്ത് നിൽക്കുന്ന ചില സ്പിരിറ്റുകൾ, നിന്റെ കൂട്ടുകാരിടയിൽ നിൽക്കുന്ന ചില സ്പിരിറ്റുകൾ, നിന്നെ തകർക്കാൻ നിൽക്കുന്ന ചില സ്പിരിറ്റുകൾ ആത്മാവിൽ പരിശുദ്ധന്മ പൊളിക്കുക കുഞ്ഞെ, പൊളിക്കുക. നിന്നെ തൊടാൻ ദൈവം ഇനി അനുവദിക്കുകയില്ല. ദലീലെ തിരിച്ചറിയ റീഗബലത്തുനി ചില മരണത്തെ വിതയ്ക്കാൻ നിൽക്കുന്ന ദലീലെ തിരിച്ചറിയ. അത് നിന്റെ അഭിഷേകത്തെ തകർക്കാനാ കടന്നു വരുന്നത്. നിന്റെ നന്മയെ തിന്നുകളയാനാ കടന്നു വരുന്നത്. ഇല്ല, ദൈവം ഇനി അനുവദിക്കുകയില്ല. നീ അതിനെ തിരിച്ചറിയും. ഓ റാ ലേ 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 കസിക്കത്തനാ. പേടിക്കേണ്ട കേട്ടോ. നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ വലിയവനാ. പിടികിട്ടുന്നുണ്ടോ? എല്ലാം തീർന്നോ? എല്ലാം അവസാനിച്ചോ? എല്ലാ മേഖലകളിലും തടസ്സങ്ങളാണോ? എല്ലാ മേഖലകളിലും ബ്ലോക്കുകളാണോ? കരയരുത് ബീന അബ്രഹാം. പരിശുദ്ധന്മ ദൂത് പറയുന്നു, നിന്റെ തലമുറയുടെ നന്മ നീ കാണും. നിന്റെ രഹസ്യ തലമുറയുടെ നന്മ നീ കാണും. നീ തീർന്നു പോയി എന്ന് വിധി എഴുതിയ ചില വിഷയത്തിന്റെ അകത്ത് ദൈവം ചില പ്രതിക്രിയകളെ ഒരുക്കും. കരയാൻ വേണ്ടി ദുഷ്ടൻ തയ്യാറാക്കി എല്ലാ പദ്ധതികളും നിന്നെ ചിരിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം ഒരുക്കും. തിരിക്കാൻ പോവാ സഹോദരി. ഡിപ്രഷന്റെ ആഴത്തിൽ പോയ ഒരു സഹോദരിയാ. നീണ്ട 6 മാസം ഡിപ്രഷന്റെ ആഴങ്ങൾ. ആരോട് സംസാരിക്കുന്ന ഇഷ്ടമല്ല, ആരോട് ഇടപെടുന്ന ഇഷ്ടമല്ല, ഒരിടത്ത് ഒതുങ്ങി കൂടാമെന്ന് കരുതിയിരുന്ന ഒരു സഹോദരിയാ. ഏതോ നിമിഷത്തിൽ ദൈവവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായി. ചിലപ്പോഴൊക്കെ എന്റെ ദൈവം ഇത്രയും സ്നേഹിക്കാൻ എന്ത് യോഗ്യതയാന്ന് ദൈവത്തോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, ചില വ്യക്തികളുടെ നടുവിൽ നീ അപമാനിക്കപ്പെട്ടത്,
ചില വ്യക്തികളുടെ നടുവിൽ നീ ഒറ്റപ്പെട്ടത്, ചില വ്യക്തികളുടെ മുമ്പിൽ നീ കരഞ്ഞത്, റാലിക്കാലകബര ദൈവം അറിഞ്ഞിട്ടാ തന്നെ കേട്ടോ, അറിഞ്ഞിട്ട് തന്നെയാ കേട്ടോ. റാലികബ നിന്നെ തകർക്കാനല്ല, നിന്നെ ഭാരപ്പെടുത്താനല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നിന്റെ മേൽ വെളിവാകേണ്ടതിന് മാത്രമാ. പിടികിട്ടുന്നുണ്ടോ? ഓ നിന്റെ ശരീരത്തിന്റെ നടുവിന്റെ ഭാഗത്ത് വല്ലാത്ത വേദന, എഴുന്നേൽക്കാനോ ഇരിക്കാൻ പോലും കഴിയാതെ വണ്ണം അസ്ഥികളുടെ ചില പെയിനുകൾ ഇപ്പോൾ പരിശുദ്ധാത്മാവ് സൗഖ്യമാക്കുകയാ. അതുപോലെ ഉദരത്തിന്റെ അകത്ത് റീഗബസി വലതുഭാഗത്ത് വല്ലാത്ത പ്രയാസം, റീഗബല എന്താ അസ്വസ്ഥതയെന്ന് പോലും അറിയാൻ കഴിയാതെ വണ്ണം നിങ്ങൾ കരയുകയാ. ആ മുഖം ഇന്ന് കത്തി അഴിഞ്ഞു മാറിപ്പോകുകയാ, കത്തി അഴിഞ്ഞു മാറിപ്പോകുകയാ. ചിലരെയൊക്കെ തിരിച്ചറിയുവാൻ ആരൊക്കെ ഈ ദൂത് ഏറ്റെടുക്കും. ചിലരെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കുഞ്ഞെ നീ വീട് പോകും, ചിലരെ മനസ്സിലാക്കിയില്ലെങ്കിൽ നീ തകർന്നു പോകും. എല്ലാവരും നിന്നെ സ്നേഹിക്കുന്നവരല്ല, എല്ലാവരും നിങ്ങളെ കരുതുന്നവരല്ല, എല്ലാവരും നിനക്ക് നന്മ ചെയ്യുന്നവരല്ല. ഓ ചിലതിനെ തിരിച്ചറിയാൻ തയ്യാറാകുക. അന്തന അകബല തുരു ദുരു 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 രീകബലത്തന രീകബലത്തുനി രീകബലത്തന അടൽക്കാനകബര ദുരി 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 രീകബര ഹൃദയത്തിന്റെ അകത്ത് ലാഗസി ദൈവിക സമാധാനം വെളിപ്പെടുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. നിന്റെ മഞ്ചം കർത്താവ് തൊട്ടാൽ നിന്നെ ചുമക്കുന്നവർ നിൽക്കും. ഹാലലൂയ. നീ അറിയേണ്ട ചിലരെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നിന്റെ വിഷ്ടത്തെ കർത്താവ് തുറക്കുക. ഹാലലൂയ. നീ ചിലത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ചില അപകടങ്ങളിൽ ചെന്ന് പെടും. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ചുമക്കുന്നവനെ നീ മനസ്സിലാക്കണം. എന്തിനാ അവർ നിന്നെ ചുമക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഹാലലൂയ. എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അവരുടെ ഫലങ്ങളാൽ തിരിച്ചറിയാൻ കഴിയും. ഹല്ലേലൂയ. ഫലങ്ങളാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. ബാല്യക്കാര എഴുന്നേൽക്ക. മരിച്ചു കിടക്കുന്ന വ്യക്തി എഴുന്നേൽക്കാൻ പറയുന്നു. ഇത് ദൈവത്തിനല്ലാതെ മറ്റൊരാൾക്കും കഴിയേല. മരിച്ചു കിടക്കുന്ന വ്യക്തി എഴുന്നേൽക്കുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. മാനുഷികമായി നോക്കിയാൽ എഴുന്നേൽക്കാൻ ഒരു ചാൻസും ഇല്ല. മരിച്ചു പോയെന്ന് പറഞ്ഞാൽ ഇനി ഒരു നന്മയില്ല, എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു, ഇനി ഒരു വഴി തുറക്കാനില്ല, ഇനി ഒരു നന്മയില്ല. അടഞ്ഞ അധ്യായങ്ങളോട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. അടഞ്ഞ അധ്യായത്തെ തുറക്കാൻ ദൈവത്തിന് കഴിയും. ഇതിന്റെ ചാപ്റ്ററുകളെ കർത്താവ് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാ. റീസ്റ്റാർട്ട്. ഇൻഗ്രേസിനോട് അത് തന്നെ പറയുന്നു, പുതിയ തുടക്കങ്ങൾ. നീ അറിയാത്ത ചില വ്യക്തികളെ ഇതിന്റെ അകത്ത് ദൈവാത്മാവ് കൊണ്ടുവന്ന് കണക്ട് ചെയ്യാൻ പോവാ. കൂടെ നിന്ന പലരും നിന്നെ ഇട്ടിട്ട് പോകുമ്പോ നിനക്ക് ദൈവം തരുന്ന ഒരു റിവാർഡായത് പുതിയത് ആഡാകും. ഒരു മരത്തിൽ നിന്ന് ചില ഇലകൾ പൊഴിഞ്ഞു പോകുന്നത് പുതിയത് പൊട്ടിക്കിളിർക്കാനാ. പിടികിട്ടുന്നുണ്ടോ? കരയാനല്ല. അവിടെ നമ്മൾ കരയോ, അയ്യോ പോയല്ലോ, ഇട്ടിട്ട് പോയല്ലോ. ദൈവം ഇതോ അല്ലാത്ത ഒന്നും നമ്മുടെ കൂടെ നിൽക്കുകയില്ല. അത് മാത്രം നമ്മൾ കരുതിയാൽ മതി. ഹൃദയത്തിന്റെ അകത്ത് വേദനയൊന്നും ആർക്കും വേണ്ട കേട്ടോ. ഈ ഫാമിലിയോട് പരിശുദ്ധാത്മ വിളിച്ചു, ആരും ഭാരപ്പെടണ്ട. ദൈവം നിർത്തിയിരിക്കുന്നവന് മാത്രമേ നിൽക്കാൻ പറ്റുകയുള്ളൂ. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത തൈകളെയൊക്കെ അവൻ പിഴുതെറിയുന്ന കാലഘട്ടമായത്. കാരണം ഒരു ജനറേഷനെ കർത്താവിന് വേണം. പിടികിട്ടുന്നുണ്ടോ? ഒരു ജനറേഷനെ കർത്താവിന് വേണം. നിന്നെ കർത്താവിന് വേണം. കരയിക്കാനല്ല, പ്രയാസപ്പെടാനല്ല, ഞെരുങ്ങാനല്ല. നിന്നിലൂടെ ഒരു അത്ഭുത പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അന്തന ബാല്യക്കാര എഴുന്നേൽക്ക. ഇതിന്റെ അകത്ത് റീഗസി ഹാലേലൂയ ഭാരപ്പെടുന്ന എൽസി ഷാജൻ പ്രിയ സഹോദരി പരിശുദ്ധാത്മാവനോട് പറയുന്നു, നിന്റെ മരിച്ചു പോയ ചില വിഷയത്തിന്റെ അകത്ത്, ഡെഡായി പോയ ചില വിഷയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ജീവനെ വെളിപ്പെടുത്തി നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. നിന്റെ ശരീരത്തെ ആകമാനം കെട്ടിമുറുക്കി വെച്ച് ഒരു ഉയർച്ചയില്ലാതെ നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ പരാജയമായിരുന്നു. എല്ലാം പരാജയം. എൽസി സിസ്റ്ററെ
പരാജയങ്ങളെ ജയമാക്കി തീർക്കുന്ന ഒരു ദൈവം ഇവിടെ വന്നിട്ടുണ്ടെന്ന്, കണ്ണുനീരോടെ നീ വിതച്ച വിത്തിന്റെ പ്രതിഫലം ഇരട്ടിയായി നൽകുവാൻ കഴിയുന്നവർ ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ടെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ കേട്ടോ. ഹൃദയം നുറുങ്ങിയിരിക്കുന്ന ആരെങ്കിലും ഈ ദൈവവചനം കേൾക്കുന്നുണ്ടോ? യഹോവ സമീപസ്ഥനാണ്. ഓ ബാല്യക്കാരാ, എഴുന്നേൽക്ക, കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കണം. എവിടെയാ വീണുപോയത്? അവിടെ നിന്ന് എഴുന്നേൽക്കണം. എവിടെയാ തകർന്നു പോയി? അവിടെ നിന്ന് എഴുന്നേൽക്കണം. എവിടെയാ നീ ഭാരപ്പെടുന്നത്? അവിടെ കിടന്നുകൊണ്ട് റിഗബസ് നമുക്ക് ദൈവരാജ്യത്തിലേക്ക് കയറാൻ കഴിയുകയല്ല. എഴുന്നേൽക്കണം. ഷൈനി ജോർജ്, പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, നീ എവിടെയാ വീണു പോയത്? അവിടെ നിന്ന് നീ എഴുന്നേൽക്കണം. എന്റെ ജീവിതത്തിന്റെ അകത്ത് മുമ്പോട്ട് പോകാൻ കഴിയാതെ വണ്ണം ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ചില മേഖലകൾ, നിന്റെ സ്വന്തം ബന്ധുക്കൾ തന്നെയാ, രക്തബന്ധങ്ങൾ തന്നെയാ നിനക്ക് വിരോധമായി എഴുന്നേറ്റ് ഒരിക്കലും നീ പുറത്തു വരരുതെന്ന് പറഞ്ഞ റീഗബാലരഹസ്യ നിനക്കെതിരെ പോരാടുമ്പോ പരിശുദ്ധാത്മാവ് പറയുന്നു, യോസേഫിന് മാനിച്ചതുപോലെ ചില രാജകീയ പദവികളിലേക്ക് നിന്നെ കർത്താവ് കണക്ട് ചെയ്യാൻ പോവാ. ഷൈൻ സിസ്റ്റർ, എന്നും കണ്ണുനീരല്ല കേട്ടോ, എന്നും വേദനയല്ല, എന്നും ഞെരുക്കമല്ല. നിനക്കു വേണ്ടി ഒരു സമയം ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. ഈ സമയം പുറത്തു വരുമ്പോ റീഗബസ് നിന്നെ എതിർത്തവരെല്ലാം നിന്നെ വിട്ടിട്ട് ഓടിപ്പോകും. റാലഹബൂറതിനി നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിന്ന് പോലും നിങ്ങളെ പറിച്ചു കളയാൻ ദുഷ്ട ശ്രമിക്കുന്നുണ്ട്. ദൈവമാ നിന്നെ നട്ടത്, ദൈവമാ നട്ടത്. ദൈവം നട്ടതിനെ തകർത്ത് കളയാൻ ഒരു ദുഷ്ടനും കഴിയുകയില്ല. പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ നിന്റെ കട്ടിലിനെ നീ കണ്ണുനീര് കൊണ്ട് നനയ്ക്കുമ്പോ കുഞ്ഞെ, ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, ആ കണ്ണുനീരിനെ അറിയുന്നൊരു നാഥൻ നിന്റെ കൂടെ ഉണ്ട്. ആരും നിന്നെ മനസ്സിലാക്കിയില്ലേ, ആരും നിന്നെ കരുതിയില്ലേ, നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. റാലഹബസ് 2 ദിവസം ജോലി ഉണ്ടെങ്കിൽ 3 ദിവസം ജോലിയില്ല. അതാ നിന്റെ അവസ്ഥ. 2 ദിവസം നന്മയുണ്ടെങ്കിൽ 2 ദിവസം പിന്നെ നന്മ കാണുകയില്ല. നിന്റെ നന്മയെ തിന്നുകളയുന്ന ചില ദുഷ്ട മുഖങ്ങളെ പരിശുദ്ധന്മ പൊളിക്കുക. നിന്റെ സാമ്പത്തികത്തിന്റെ നന്മയെ, ജോലി തടസ്സമായി നിൽക്കുന്ന ചില തടസ്സങ്ങളെ കർത്താവ് പൊളിക്കുക. ഖബറതിന് ജോലിയെ വെട്ടിക്കളയുന്ന ചില മേഖലകൾ, അങ്ങനെയുള്ളവരൊന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ഒരു മാസം ജോലിക്ക് പോവും, ഒരു 2 മാസം ജോലിക്ക് പോകും, 2 മാസം കഴിയുമ്പോൾ നിങ്ങൾ ജോലിക്ക് വരണ്ട എന്ന് പറഞ്ഞ് നിങ്ങളെ പിരിച്ചുവിടുന്ന ചില അനുഭവങ്ങൾ, നിങ്ങൾക്ക് ലഭിക്കേണ്ട നന്മകൾ നിങ്ങളുടെ കയ്യിൽ ലഭിക്കാതെ നിങ്ങൾ കരയുന്ന ചില അനുഭവങ്ങൾ, അങ്ങനെയുള്ളവരൊന്ന് ആത്മാവിസ്തുതിച്ചോ. അവഗണിക്കപ്പെട്ട നിന്നെ പരിഗണിക്കുന്ന ദൈവമുണ്ട് കേട്ടോ. റാലഹബു രഥിനി കബസെ ബാല്യക്കാരാ നീ എഴുന്നേൽക്ക്, ബാല്യക്കാരാ നീ എഴുന്നേൽക്ക്, കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്ക്. എവിടെയാ വീണുപോയത്? അവിടെ നിന്നൊന്ന് എഴുന്നേൽക്ക്. ഹല്ലേലൂയ. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. കർത്താവ് വിളിച്ച മരിച്ചവൻ എഴുന്നേൽക്കാതിരിക്കാൻ കഴിയുകയില്ല. കർത്താവ് വിളിച്ച നിന്റെ വിഷയം പരിഹരിക്കപ്പെടാതിരിക്കാൻ കഴിയുകയില്ല. കർത്താവ് വിളിക്കുക. ഇതിന്റെ അകത്ത് ആരൊക്കെയോ കർത്താവ് വിളിക്കുക. ചില ആത്മഹത്യക്ക് വേണ്ടി തയ്യാറാകുന്ന ചില വിഷയത്തിന്റെ അകത്ത്, കടബാധ്യതയിലായിരിക്കുന്ന വിഷയത്തിന്റെ അകത്ത്, ചില നിന്ദയുടെ വിഷയത്തിന്റെ അകത്ത്, ചില അപമാനത്തിന്റെ വിഷയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ പ്രതിക്രിയകൾ വെളിപ്പെടാൻ പോകുകയാ. വിശ്വസിച്ചോ. അങ്ങനെ ഭാരപ്പെടുന്ന വ്യക്തികളൊന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ കേട്ടോ. എഴുന്നേറ്റ് ഇരുന്ന് സംസാരിക്കുവാൻ, മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങിയെന്ന്. നിന്റെ സംസാരത്തെ നിർത്തലാക്കാൻ, നിന്നെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റിക്കളയുവാൻ ദുഷ്ടം കെട്ടിയ കെട്ടായി നഴിയുന്നത് വെറുതെ അല്ല. ഉപവാസ പ്രാർത്ഥന നിന്നെ ഈ ലോകത്ത് നിന്ന് മാറ്റിക്കളയുവാൻ ദുഷ്ടം കെട്ടിയ ചില കെട്ടുകളെ പരിശുദ്ധന്മ പൊളിക്കുക, കത്തിച്ചു കളയുക. അങ്ങനെ തന്നെ കർത്താവിനെ കാണിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ കത്തിക്കുക. കത്തിക്കുന്നൊരഭിഷേകം, 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 കത്തിക്കുന്നൊരഭിഷേകം. അവൻ മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങിയെങ്കിൽ നിന്റെ മേലും ആ തീ പിടിക്കുക. മരിച്ച അവസ്ഥകളിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ പോവുക. തീർന്നുപോയ വിഷയത്തിന്റെ അകത്ത് നീ എഴുന്നേൽക്കാൻ പോവുക. അവസാനിച്ചു എന്ന് വിധി എഴുതിയ ചില മേഖലകളുടെ അകത്ത് ദൈവത്തിന്റെ കരം
ഹതര രീഗബരത്തന രീഗബലത്തുനി രീഗബലത്തന റാ ലാഹം റാ ലഹബു റുദുനി ഹസരം ദേര 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 രേഗരത്തരെ അബ്രാ ലെഗസി ഹത്തരെ രഗബല ഹതുരു ദുരരഗസ്യ ഡിപ്രഷന്റെ ആഴങ്ങളിലേക്ക് പോയ ചില വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമായി കയറി വരുന്നത് കർത്താവിനെ കാണിക്കുന്നു. നിരാശയുടെ പടുകൂറ്റം കുടിയിൽ കിടക്കുന്ന ചില വ്യക്തികൾ രഹസ്യ ആശയറ്റുപോയ ചില വിഷയത്തിന്റെ അകത്തുനിന്ന് മറുപടിയുമായി മടങ്ങി വരുക. നീ വരുന്നത് മറുപടിയുമായിട്ടാകട്ടോ. ആശ അറ്റുപോയ നീ ഇനി മടങ്ങി വരുന്നത് മറുപടിയുമായിട്ടാ. വിടുതലുമായ 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 ആത്മാവ് സ്വീകരിച്ചോ. റീഗബസ് ആശയറ്റുപോയ വിഷയത്തിന്റെ അകത്ത് മറുപടി ഉണ്ടാകുക. മരണത്തിനു വേണ്ടി വിധിച്ചവർ ജീവനിലേക്ക് കടന്നു വരികയാ, ഉയർത്തെഴുന്നേൽക്കുകയാ. ആത്മാവിൽ 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 സ്വീകരിക്കുന്നവരുടെ മേൽ തീ പിടിക്കുന്നല്ലോ. അപ്ര ലീഗബരത്തര രീഗബലക സിഗംബ്രാല ദുരിദുരുദുരുദുനി അമ്രാ ലേഖബറാല ലേഖബരത്തുരി രീഗബലത്തുനി. വിൽസൺ മാത്യു ആ ഡിവൈസിലിരിക്കുന്ന പ്രിയ അഭിഷിക്തനോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. റാലക ചില മരണത്തിനു വേണ്ടി വിധിച്ച ചിലരെ ജീവനിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു അഭിഷേകം അഭിഷിക്ത അതിന്റെ മേൽ കിടക്കുന്നത്. കാരാഗ്രഹത്തിന്റെ അകത്ത് കിടക്കുന്ന ചിലതിനെ കാരാഗ്രഹത്തിന്റെ അകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുവാൻ, അടിമ ചങ്ങലയിൽ കിടക്കുന്ന ചിലതിനെ അടിമത്തത്തിൽ നിന്ന് വിളിച്ചെടുത്ത് പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ തേജസ്സിന്റെ അഭിഷേകം അഭിഷിക്ത നിന്റെ മേൽ ഉണ്ടെന്ന് വ്യക്തമായി ദൈവാത്മാവ് ആലോചന പറയുന്നു. റാലകബ പലരും പല വിധത്തിൽ നിനക്കെതിരെ പദ്ധതി തയ്യാറാക്കി. ശിംശോനെ തകർത്ത് കളയുമ്പോൾ ദിലീൽ എഴുന്നേറ്റതുപോലെ ചില റീഗസ് മേഖലകൾ എഴുന്നേറ്റു. പക്ഷെ അതൊന്നും നിന്നെ തൊടുവാൻ ദൈവം അനുവദിച്ചില്ല. കാരണം ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. പിടികിട്ടുന്നുണ്ട്? ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഒരു ചങ്ങലയ്ക്ക് നിന്നെ പൂട്ടുവാൻ ദൈവം അനുവാദം കൊടുക്കുകയില്ല. ആ ചങ്ങലകളെല്ലാം അഴിഞ്ഞേ തീരൂ. റാസി കബ റുദുരി ഹദരരി ഗബസി. ആ നുഖങ്ങളെല്ലാം അടിഞ്ഞേ തീരൂ. റീഗബ രേഗബ ലഗസി. ചില രോഗശക്തികൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ശരീരത്തിലെ പുറകെ ചലിക്കുന്ന ചില രോഗശക്തികൾ ഇപ്പോൾ സൗഖ്യമാകുകയാ. റസിക് ആർത്രൈറ്റീസ് പോലുള്ള ചില രോഗങ്ങൾ, ലീഗബ ലഗബ ഋതുരി കൈകാലുകളെ ഭാരപ്പെടുന്ന രോഗങ്ങൾ, അമ്ര ലീഗബര മനസ്സമാധാനത്തെ തിന്നുകളയുന്ന ചില രോഗങ്ങൾ, റാലെ കമാ റത്തിനി ഹത്തന ലീഗബസ് ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്ന ചില വൈരികൾ ഇപ്പോൾ കർത്താവ് അഴിച്ചു കളയുക. മരിച്ചവനെ അവന്റെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നിന്റെ വിഷയത്തെ പരിഹരിച്ച് നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ആമേൻ. നിന്റെ വിഷയത്തെ പരിഹരിച്ച് വേറെ ആരുടെയും കയ്യിലല്ല കൊടുക്കുന്നത്. നിന്റെ വിഷയത്തെ പരിഹരിച്ച് നിന്റെ കയ്യിൽ തരും കർത്താവ്. അമ്മയുടെ വിഷയം മകനായിരുന്നു, അമ്മയുടെ കയ്യിൽ മകനെ കൊടുത്തെന്നു. തലമുറയ്ക്ക് വേണ്ടി കരയുന്ന മക്കളെ ദൈവാത്മാവ് വ്യക്തമായി വിളിച്ചു പറയും. നിന്റെ തലമുറയെ പരിഹരിച്ച്, തലമുറയുടെ വിഷയത്തെ പരിഹരിച്ച് കർത്താവ് തലമുറയെ നിന്റെ കയ്യിൽ തരും. റഹസികബ രേഖബര. ഈ ലോകമോഹങ്ങളിൽ നടക്കുന്നവരാണോ, പാപത്തിന്റെ മ്ലേച്ഛതയിൽ കിടക്കുന്നവരാണോ, അവരെയൊക്കെ ദൈവരാജ്യത്തിലേക്ക് കർത്താവ് മടക്കി കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ തരും. അമ്മമാരെ നിന്റെ കയ്യിൽ തരും. ഋസികബറതിന് നഷ്ടപ്പെട്ടു പോയി നിന്റെ തലമുറ മടങ്ങി വരും. അന്തരാഗബലത്തുരി. ആത്മാവ് സ്വീകരിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. എല്ലാവർക്കും ഭയം പിടിച്ചു. ഹല്ലേലൂയ. മരിച്ചു പോയ വ്യക്തി എഴുന്നേറ്റ് വന്നപ്പോ എല്ലാവർക്കും ഭയം ഉണ്ടായെന്ന്. നിന്റെ ജീവിതത്തിന്റെ അകത്ത് നന്മ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് ഭയം തോന്നും. ഇവളുടെ കൂടെ ദൈവമുണ്ട്, ഇവളുടെ കൂടെ ദൈവമുണ്ട്, ഇവൾ വെറുതെ അല്ല ചിലത് ചെയ്യുന്നത്, ഇവളുടെ മേൽ ഒരു അഭിഷേകമുണ്ട്, ഇവളുടെ കൂടെ ദൈവമുണ്ട്. പലരും തിരിച്ചറിയാൻ ഇടയാകും. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. ഹല്ലേലൂയ. അവിടെ ഒരു മഹത്വം വെളിപ്പെടുകയാ, അവിടെ ഒരു ദൈവികമായ പുകഴ്ച വെളിപ്പെടുകയാ. വിശ്വസിക്ക്. അത് നിന്റെ ഭവനത്തിന്റെ അകത്ത് വെളിപ്പെടട്ടെ, അത് നിന്റെ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെടട്ടെ, അത് നിന്റെ ശുശ്രൂഷയുടെ അകത്ത് വെളിപ്പെടട്ടെ, അത് നിന്റെ കുടുംബ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെട്ടു വരട്ടെ. ആ മഹത്വം ദേശത്തെങ്ങും പരക്കുന്ന മഹത്വം. റസി ഗോബലാക്കുബറത്തുരി. നമ്മൾ അറിയാതെ തന്നെ റീഗബല ജീവനറ്റുപോയത് ചലിക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങൾ, രഹസ്യ സ്റ്റക്കായി പോയ ചില അനുഭവങ്ങൾ ഈഗസ്യ ഹംബ്ര ലേഖബലത്തിന് കർത്താവിനെ കാണിക്കുന്നു. ബൈബിൾ വായിക്കാൻ പോലും കഴിയാതെ വണ്ണം, പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ വണ്ണം ചില വ്യക്തികളെ പുറകിലോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന ചില ചങ്ങലകൾ ഇന്നത്തെ മീറ്റിംഗിന്റെ ഒക്കെ 6-ാം ദിവസം പരിശുദ്ധമ പൊളിക്കുക. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനുള്ള റീഗബസ് ശാരീരികമായ
ഹെൽത്ത് കർത്താവ് നൽകുക, മാനസികമായി ഹെൽത്ത് കർത്താവ് നൽകുക. റാഗബോറോ ലോകോ ബസ്സി ആത്മാവി പ്രാർത്ഥിക്കുക, ആത്മാവി പ്രാർത്ഥിച്ചു. എല്ലാവരും കണ്ണുകൾ അടച്ച് ഇന്ന് കേട്ട ദൂതിന്റെ സമീപം നമുക്കൊന്ന് കടന്നു വരാം. റാഗബറഗത് നഷ്ടപ്പെട്ടു പോയത് മടങ്ങി വരാൻ പോവുക. തീർന്നു പോയെന്ന് വിധി എഴുതിയത് പുതിയൊരു ചരിത്രമായി മാറാൻ പോകുകയാ. റാ ലഹ ബുറോദിന് കണ്ണുകൾ അടച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കട്ടെ. എല്ലാവരും ആരും മിണ്ടാതിരിക്കരുത്. എനിക്കൊരു വിടുതൽ വേണം, വിടുതൽ വേണം എന്നുള്ളവർ ആത്മാവിൽ പ്രാർത്ഥിച്ചോ. നെഞ്ചിന്റെ ഭാഗത്ത് വല്ലാതെ ബുദ്ധിമുട്ട് കൊണ്ടുവന്ന റക്കപ്പാരെ നിങ്ങൾക്ക് സംസാരിക്കാൻ പോലും കഴിയാതെ വേദന കൊണ്ടുവരുന്ന ചില അനുഭവങ്ങൾ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുക. ചില ശ്വാസം മുട്ടലുകളെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. ശാരീരിക ക്ഷീണങ്ങൾ കർത്താവ് സൗഖ്യമാക്കുകയാ. ചില അലർജി രോഗങ്ങൾ സൗഖ്യമാക്കുകയാ. റിസിക്ക മമ 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 മരക മരക മലക്കോ റുദുനി. ഓ, നെഞ്ചിന്റെ ഭാഗത്ത് എന്തോ എടുത്തു വെച്ചതുപോലെ ഒരു ഭാരം എടുത്തു വെച്ചിരിക്കുന്ന ചില വ്യക്തികൾ കർത്താവ് സൗഖ്യമാക്കുകയാ. എന്ത് ചെയ്യണമെന്നറിയാതെ കരയുന്ന ചില മേഖലകൾക്കകത്ത് ദൈവത്തിന്റെ കരം വെളിപ്പെടുകയാ. അത്ഭുത പ്രവൃത്തി നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കെട്ടഴിയുവാ റസിക ചിലര് പുറത്തു വരുന്നത് എനിക്കറിയാം. ആത്മാവിൽ ഞാൻ സെൻസ് ചെയ്യുന്നുണ്ട്. ഓ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് സന്നിധി സമർപ്പിക്കുന്ന ചില വ്യക്തികൾ പുറത്തു വരികയാ. ചില ബ്ലോക്കുകൾ മാറുകയാ, ചില നുഖങ്ങൾ അഴിയപ്പെടുകയാ, ചില വേദനകൾ അഴിയപ്പെടുകയാ. റസിക്കബ ലേക്കസിക്കം ദീനെ ധേരെ ഈ ബ്രീത്തിങ് പ്രോബ്ലംസ് സൗഖ്യമാകുന്നല്ലോ. ആരാധിക്കാൻ കഴിയാതെ പ്രാർത്ഥിക്കാൻ കഴിയാതെ ശ്വാസം മുട്ടലിട്ട് ചുമയിട്ട് ഓ റഗസിന് പാരപ്പെടുന്ന ചില മുഖങ്ങൾ ഇപ്പോൾ തന്നെ കത്തിയഴിഞ്ഞ് മാറിപ്പോകട്ടെ. ചില നടുവേദനകൾ സസ്യ സംബന്ധമായ ചില രോഗാവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധരെ പൊളിക്കുക. നീ നിൽക്കുന്നത് കൃപ നിങ്ങളുടെ മേലത് വ്യാപരിക്കുകയാ. ഓ ചില വസ്തുക്കൾ നിങ്ങളുടെ കയ്യിലേക്ക് കർത്താവ് തരാൻ പോവുകയാ. നിന്റെ അവകാശങ്ങൾ ദൈവാത്മാവ് തരുക. ഭവനങ്ങൾ കർത്താവ് തരാൻ പോവുക. ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഭവനങ്ങൾ കർത്താവ് തരാൻ പോവുകയാ. അത് നിങ്ങളുടെ അവകാശവും. ഭവനമല്ല, ഭവനങ്ങൾ, ഒന്നിലധികം ഭവനങ്ങൾ. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ആത്മാവ് പ്രാർത്ഥിച്ചു തുടങ്ങുക. എനിക്കൊരു ഭവനം വേണം കർത്താവേ, എനിക്ക് ചില വസ്തുക്കൾ വേണം കർത്താവേ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? വാഹനം വേണമെന്ന് പ്രാർത്ഥിക്കുന്നവർ ആത്മാവ് പ്രാർത്ഥിച്ചു തുടങ്ങും. നിനക്ക് വേണ്ടി നന്മയുടെ വാതിൽ ദൈവം തുറക്കാൻ പോകുന്നു. കർത്താവ് ഈ വിഷയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ പരിഹാരങ്ങൾ ഒരുക്കണം. ഈ മക്കൾ ഏത് വിഷയത്തിന്റെ അകത്ത് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ അകത്ത് ദൈവിക ഇടപെടൽ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അടഞ്ഞ അധ്യായത്തെ പരിശുദ്ധാത്മാവ് തുറക്കണം. നഷ്ടപ്പെട്ടു പോയതിന് അങ്ങ് മടക്കി കൊടുക്കണം. വിശാലവും സബലവുമായി വാതിൽ പ്രിയ മക്കൾക്ക് വേണ്ടി തുറക്കണം. ഓ റകസി ശത്രു എഴുതിയ ചില രേഖകളെ കർത്താവ് കീറിക്കളഞ്ഞു മക്കളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ എല്ലാവരെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പ ഇന്ന് കേട്ട ദൈവവചന പ്രകാരം നയ്യിലെ ആ വിധവയുടെ മകനെ മടക്കി കൊടുത്തതുപോലെ ഓ റാലകസി ഹപ്തരി ഗബലത്തുരി ശിംശോനെ ദലീലയുടെ കയ്യിൽ നിന്ന് വിടുവിച്ചതുപോലെ ചില കോട്ടകളുടെ അകത്ത് ചില നുഖങ്ങളുടെ അകത്ത് ഞങ്ങളെ വിടുവിച്ച് ദൈവകൃപ ഞങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണം. അതിന് ബ്ലോക്ക് ഇടുന്ന സകല മേഖലകൾ ആത്മാവ് ഞങ്ങൾ പൊളിച്ച് പുറത്തു വരുന്ന അപ്പ ആത്മാവിൽ പ്രാർത്ഥനയാലും കർത്താവ് ഞങ്ങൾ പുറത്തു വരുവാൻ ദൈവം സഹായിക്കണം. ഇന്ന് രാത്രി നടക്കുന്ന സെക്ഷനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. 6 ദിവസവും പ്രസംഗിച്ച ഓരോ നാഥ മക്കളെയും തിരുകരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പ അവരെ എല്ലാം ബ്ലസ് ചെയ്യണമേ. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടാൻ ഓരോ മക്കളെ അങ്ങ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ നടക്കുന്ന 2 സെക്ഷനും അനുഗ്രഹമായി തീരട്ടെ അപ്പച്ച. ദൈവകൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശബ്ദം ഞങ്ങൾ കേട്ടത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് നന്മയ്ക്കും വിടുതലിനും കാരണമായി തീർന്നെന്ന് പറയുവാൻ സഹായിക്കണം. സ്വർഗ സകല മഹത്വം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക് മാത്രം തരുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എന്റെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചാൽ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എന്റെ പ്രിയ സഹോദരി ബീന സിസ്റ്ററോട് നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളോട് എല്ലാവരോടും സംസാരിച്ചെന്ന് എനിക്കറിയാം. എന്നോടും പരിശുദ്ധാത്മാവ് സംസാരിച്ചു. ഈ വചനപ്രകാരം ദൈവം നിങ്ങൾ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.